ഹായ് സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക്. സോ നമ്മളിന്ന് നോക്കാൻ പോകുന്നത് ഡേസ് 160 ടോപ്പിക്കാണ്. ഡേസ് 1 ആണ് അറിയാം. ഇൻഡേസ് ഓൺ അസറ്റ്സ് ആണ്. ഇൻഡേസ് അസറ്റ്സിനകത്ത് തന്നെ ലീസസ് ആണ് അല്ലേ. ലീസസിനെ പറ്റി പറയുന്ന ഡേസ് ആണ്. അതിലൊരു പോർഷനാണ് സെയിൽ ആൻഡ് ലീസ് ബാക്ക്. അപ്പം ഇതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. വലിയ പാടൊന്നുമില്ല. നമ്മൾ മനസ്സിലാക്കി പഠിച്ചു കഴിഞ്ഞാൽ, കാരണം മനസ്സിലാക്കി പഠിച്ചു കഴിഞ്ഞാൽ വലിയ പാടില്ല, നമുക്ക് നോക്കാൻ പറ്റുന്ന ഒരു ഏരിയ ആണിത്. ശ്രദ്ധിക്കാമല്ലോ. ആദ്യം നമ്മൾ നോക്കാൻ പോകുന്നത് എന്തിനാണ് വൈ സെയിൽ ആൻഡ് ലീസ് ബാക്ക്, എന്തിനാണ് സെയിൽ ആൻഡ് ലീസ് ബാക്കിലോട്ട് പോകുന്നത് ശ്രദ്ധിക്കുക. അതായത് ഇപ്പം സെയിൽ ആൻഡ് ലീസ് ബാക്കിന്റെ മീനിങ് തന്നെ എന്തായിരിക്കും? ഇപ്പം എൻറ്റിറ്റി എ ഉണ്ട്, എൻറ്റിറ്റി ബി ഉണ്ട്. ഇവരയിൽ ഒരു എയർക്രാഫ്റ്റ് ഉണ്ട്. ഈ എയർക്രാഫ്റ്റ് 50 കോടിയുടെ ആണ്. ക്ലിയർ ആവുന്നുണ്ടോ? ഈ എയർക്രാഫ്റ്റ് എന്ത് ചെയ്യുന്നു? ഇവര് എൻറ്റിറ്റി എ എന്ത് ചെയ്യുന്നു? എൻറ്റിറ്റി ബിക്ക് സെയിൽ നടത്തുന്നു. സെയിൽ നടത്തി കഴിയുമ്പം എന്താണ്? ഈ എയർക്രാഫ്റ്റ് ആർക്കായി? എൻറ്റിറ്റി എയുടെ നിന്ന് എൻറ്റിറ്റി ബിയുടെയിലായി പോയതാണ്. പക്ഷേ അതേ സമയത്ത് തന്നെ വിൽക്കുന്ന സമയത്ത് തന്നെ എന്ത് ചെയ്യുന്നു? എൻറ്റിറ്റി എ ഇത് ലീസ് ബാക്ക് ചെയ്യുന്നു. ഇതാണ് ഇതിന്റെ ഏറ്റവും സിമ്പിൾ മീനിങ് എന്ന് പറയുന്നത്. ആദ്യമേ സെയിൽ നടത്തുന്നു, പിന്നെ എന്ത് ചെയ്യുന്നു? ലീസ് ബാക്ക് ചെയ്യുന്നു. അപ്പം നമ്മുടെ മനസ്സിലൊരു ചോദ്യം വരാം, എന്തിനാണ് ഇവരിങ്ങനെ ചെയ്യുന്നത്? കാരണം ഇതിന്റെ പൊസഷനകത്ത് ഒരു രീതിയിലുള്ള മാറ്റം വരുന്നില്ല. കാരണം പൊസഷൻ ആരെ തന്നെയാണ്? എൻറ്റിറ്റി എയുടെ തന്നെയാണ്. പിന്നെ എന്തിനായിരുന്നു ഇങ്ങനൊരു പേപ്പർ വഴിയുള്ളൊരു ട്രാൻസാക്ഷൻ്റെ ആവശ്യം എന്തായിരുന്നു? ഇതിന്റെ ഹിസ്റ്ററി നമ്മൾ ട്രേസ് ചെയ്യുകയാണെങ്കിൽ ഏറ്റവും 90s തന്നെ ഇന്ത്യയിൽ എന്ത് ചെയ്യുന്നുണ്ട്? ഇത് നമ്മൾ ഇങ്ങനെ ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇത് തുടക്കത്തിൽ ചെയ്തത് ടാക്സ് ബെനിഫിറ്റ് ഗെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു മെയിനായിട്ട്. പക്ഷേ അത് ലൂപ്പ് ഹോൾസ് എല്ലാം തന്നെ നമ്മുടെ ആക്ടുകൾ കണ്ടുപിടിച്ചിട്ട് അതെല്ലാം മാറ്റിയിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴും ഇത് ഉപയോഗിക്കുന്നതിൻ്റെ കാര്യം മറ്റൊന്നാണ്. ഇത് ഉപയോഗിക്കുന്നതിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ ഇത് ഫിനാൻസിങ്ങിന് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. എക്സാമ്പിൾ, എൻറ്റിറ്റി എക്ക് ഒരു 70 കോടിയുടെ ആവശ്യമുണ്ട്. എൻറ്റിറ്റി എക്ക് ഒരു 70 കോടിയുടെ ആവശ്യമുണ്ട്. ഇവരിൽ ആകെപ്പാടുള്ള എന്താണ്? ഒരു 50 കോടിയുടെ അസറ്റാണ്. ഇവരെന്ത് ചെയ്യുന്നു? എൻറ്റിറ്റി ബിക്ക് എന്ത് ചെയ്യുന്നു? ഈ അസറ്റ് 70 കോടിക്ക് വിൽക്കുന്നു. പേപ്പർ പ്രകാരം 70 കോടിക്ക് വിൽക്കുന്നു. എന്നിട്ട് എന്ത് ചെയ്യുന്നു? ഇവർ തന്നെ എന്ത് ചെയ്യുന്നു? ലീസ് ബാക്ക് ചെയ്യുന്നു. ഇവരുടെ ഗുണം എന്താ? ഇവർക്ക് അസറ്റും ഉണ്ട്. കാരണം ഇവരുടെ മെയിൻ അസറ്റാണിത്. ഈ അസറ്റ് ഇല്ലാതെ ഇവർക്ക് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഇവർക്ക് എന്തായി? ഫണ്ടുമായി. ഈ ഒരു പേപ്പർ വർക്ക് നടത്തുന്ന കൂടി അവർക്ക് എന്തായി? ഓപ്പറേറ്റ് ചെയ്യാനുള്ള അസറ്റ് പറയുന്നത് പോയിട്ടുമില്ല. ഇവർക്ക് എന്തായി? എക്സ്ട്രാ ഫണ്ടുമായില്ലേ. അതായത് 70 കോടി രൂപ ക്യാഷ് ആയിട്ട് അവർക്ക് കിട്ടിയില്ലേ. അപ്പം എൻറ്റിറ്റി ബി മണ്ടന്മാരായിരിക്കത്തില്ലല്ലോ, ആയിരിക്കുമോ? അവരെന്ത് ചെയ്യും? ഈ 70 കോടി പ്ലസ് ഇൻട്രസ്റ്റ് അവർ ആരുടെ നിന്ന് റിക്കവർ ചെയ്യുന്നുണ്ടായിരിക്കും? എൻറ്റിറ്റി എയുടെ നിന്ന് റിക്കവർ ചെയ്യുന്നുണ്ടായിരിക്കും. പക്ഷെ അത് ലീഗലി എന്ത് പറഞ്ഞിട്ടായിരിക്കും? ലീസ് പേയ്മെന്റ് എന്ന് പറഞ്ഞിട്ടായിരിക്കും റിക്കവർ ചെയ്യുന്നുണ്ടാവുക. പക്ഷെ സബ്സ്റ്റൻസിൽ എന്തായിരിക്കും? അത് ഇതിന്റെ റീപേയ്മെന്റ് ആയിരിക്കും. മൊത്തത്തിലും റീപേയ്മെന്റ് എന്ന് പറയാൻ പറ്റത്തില്ല. കാരണം എന്താണ്? ഈ 70 കോടിക്കകത്ത് 50 കോടി വരെ ഇതിന്റെ ഫെയർ വാല്യൂ ഉണ്ട്. അങ്ങനെയെങ്കിൽ ബാക്കി 20 കോടി മാത്രമല്ലേ ഉള്ളൂ ഫിനാൻസിങ്. ബാക്കി 50 കോടി എന്താണ്? നമ്മൾ ക്രെഡിറ്റിൽ എന്താണ്? റീപേയ്മെന്റ് നടത്തുന്ന പോലെ അല്ലേ. ഏറ്റവും സിമ്പിൾ ടേംസ് ഞാൻ പറഞ്ഞത്. ക്ലിയർ ആണോ? അതായത് ഏറ്റവും സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ രണ്ട് കാര്യങ്ങൾ. ഒന്ന് പറഞ്ഞാൽ സെയിൽ, പിന്നെ ലീസ് ബാക്ക്. രണ്ട് അക്കൗണ്ടിങ് ട്രാൻസാക്ഷൻ അത് നടക്കുന്നുണ്ട്. അതായത് ഇന്ത്യയിൽ തന്നെ ചില എൻറ്റിറ്റീസ്, ചില ഏവിയേഷൻ മേഖലയിലെ ചില എൻറ്റിറ്റീസ് ചെയ്തതെന്ന് വെച്ചാൽ മാനുഫാക്ചറേഴ്സിൻ്റെ നിന്ന് അറിയോ ബൾക്കായിട്ട് എയർക്രാഫ്റ്റ് മേടിച്ചു. ഇന്ത്യയിൽ തന്നെയാണ് സംഭവമാണ്. ബൾക്കായിട്ട് എയർക്രാഫ്റ്റ് മേടിച്ചു ഇവരൊരു 30 to 40% ഡിസ്കൗണ്ട് ചോദിച്ചു. അപ്പോൾ എന്താണ്? അത്രയും കുറഞ്ഞ എമൗണ്ട് ആണെന്ത് ഇവർക്ക് എയർക്രാഫ്റ്റ് കിട്ടുന്നത്. എന്നിട്ട് ഇവരെന്ത് ചെയ്തു? സെയിൽ ആൻഡ് ലീസ് ബാക്കിന് പോയി. ാണല്ലോ. അതായത് ഇവർ ഇത്രയും കോംപ്ലിക്കേറ്റഡ് ആയി പോകുന്നതെന്ന് വെച്ചാൽ 50 ലക്ഷം രൂപയ്ക്ക് 1 ലക്ഷം രൂപയ്ക്കൊന്നും അല്ല, കോടിക്കണക്കിന് രൂപയുടെ അസറ്റിൽ ഡീൽ ചെയ്യുന്ന സമയത്തായിരിക്കും എന്ത് ചെയ്യുക? ഇവർ ഇങ്ങനെ ഒരു സംഭവത്തിന് പോകുന്നുണ്ടാവുക. ചെറിയ അസറ്റുകൾക്കൊന്നും ആരും എന്ത് ചെയ്തില്ല, ഇതിന് പോകേണ്ട ആവശ്യമില്ല. 100 കോടിയുടെ അസറ്റ്, 1000 കോടിയുടെ അസറ്റ്, ഇങ്ങനെ ഇതിനകത്ത് 1% എന്ന് പറയുന്നത് തന്നെ എന്താണ്? വലിയൊരു എമൗണ്ട് ആണ്. അപ്പം ഇങ്ങനത്തെ അസറ്റുകളിൽ ഡീൽ ചെയ്യുന്ന ആൾക്കാരാണെന്ത് മെയിനായിട്ട് സെയിൽ ആൻഡ് ലീസ് ബാക്ക് ട്രാൻസാക്ഷൻസിലോട്ട് പോകാറുള്ളത്.
ക്ലിയർ ആണോ? അടുത്തൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ PVR സിനിമാസ്. PVR സിനിമാസ് നിങ്ങൾ കണ്ടിട്ടുണ്ടെന്ന് എനിക്കറിയത്തില്ല, വാർത്തകളൊക്കെ വന്നിട്ടുള്ള കാര്യമാണ്. അവരെന്താണ്, അവർക്കൊരു മറ്റൊരു ചെയിനെ അക്വയർ ചെയ്യണമായിരുന്നു. അവർക്കൊരു 100 കോടിയുടെ ആവശ്യം വന്നായിരുന്നു. ഈ 100 കോടി അവരെങ്ങനെ കണ്ടെത്തിയെന്നറിയോ? ഈ 100 കോടി ഇവരെന്ത് ചെയ്തു, ഇവർ അസറ്റ്സ് സെയിൽ ചെയ്തിട്ട് ലീസ് ബാക്ക് നടത്തിയിട്ടാണെന്ത് ഇവർ ഈ ഫണ്ട് കണ്ടെത്തിയത്. ഈ ഫണ്ടും കൂടി ഉപയോഗിച്ചിട്ടാണെന്ത് ഇവർ ഈ ചെയിനെ അക്വയർ ചെയ്തത്. മനസ്സിലോ? ഇങ്ങനെ ഒരു ബൾക്ക് ഫണ്ട് വരുന്ന സ്ഥലങ്ങളിലാണെന്ത് ഇവിടെ സെയിൽ ആൻഡ് ലീസ് ബാക്ക് എന്നൊരു അറേഞ്ച്മെന്റിലോട്ട് ഇവർ പോകാൻ സാധ്യതയുള്ളത്. അപ്പം സെയിൽ ആൻഡ് ലീസ് ബാക്ക് നടക്കുന്ന സംഭവം നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ആദ്യമേ വിൽക്കും, പിന്നെ ലീസ് ബാക്ക് ചെയ്യും, ആദ്യമേ വിൽക്കും, പിന്നെ ലീസ് ബാക്ക് ചെയ്യും. ഇവിടെ 2 കാര്യങ്ങൾ നടക്കുന്നുണ്ട്. ഒന്ന് വിൽക്കുന്നത്, ഇതിൻ്റെ അക്കൗണ്ടിങ് ചെയ്യണം. ഇതെന്താണ് ലീസ് ബാക്ക് ചെയ്യുന്നത്. അപ്പം ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഈ സെയിൽ ആൻഡ് ലീസ് ബാക്കിനകത്ത് എന്ത് ചെയ്യണം, നമ്മൾ സബ്സ്റ്റൻസ് ഓവർ ഫോം കൺസിഡർ ചെയ്യണം. അതെങ്ങനെ കൺസിഡർ ചെയ്യണം, അവിടെ അക്കൗണ്ടിങ് ചെയ്യുന്ന സമയത്ത് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഇത് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പം ഒന്നാമത്തെ ചോദ്യത്തിന് ഉത്തരവായി എന്തിനാണ് സെയിൽ ആൻഡ് ലീസ് ബാക്ക്. എന്തിനാണ് സെയിൽ ആൻഡ് ലീസ് ബാക്ക് എന്ന് വെച്ചാൽ ഇന്നത്തെ കാലഘട്ടത്തിൽ അത് ഫിനാൻസിങ് ഓപ്ഷനായിട്ടാണ്. നമുക്ക് ഫണ്ട് ആവശ്യമുണ്ട്, ആ ഫണ്ട് അറേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഫിനാൻസിങ് ഓപ്ഷനായിട്ടാണ് എന്തുപയോഗിക്കുന്നത്, സെയിൽ ആൻഡ് ലീസ് ബാക്ക് ഉപയോഗിക്കുന്നത്. ഇത് ക്ലിയർ ആണോ? ആണല്ലോ. മീനിങ് എന്താണ്? എ സെയിൽ ആൻഡ് ലീസ് ബാക്ക് ട്രാൻസാക്ഷൻ ഇൻവോൾവ്സ് ദ ട്രാൻസ്ഫർ ഓഫ് ആൻ അസറ്റ് ബൈ ആൻ എൻറ്റിറ്റി. അതായത് എൻറ്റിറ്റി എ എന്ത് ചെയ്യുന്നു, അവരുടെ ഒരു മെഷീനറി എന്ത് ചെയ്യുന്നു, അല്ലെങ്കിൽ ഒരു എയർക്രാഫ്റ്റ് എന്ത് ചെയ്യുന്നു, എൻറ്റിറ്റി ബിക്ക് വിൽക്കുന്നു. ആദ്യം എന്ത് ചെയ്യണം, അത് സെയിൽ നടത്തണ്ടേ. അപ്പം ഇത് സെയിൽ നടത്തുന്ന സമയത്ത് ഈ എൻറ്റിറ്റി എ നമുക്ക് എന്ത് വിളിക്കാൻ പറ്റും, സെല്ലർ എൻറ്റിറ്റി എന്ന് വിളിക്കാലോ. എൻറ്റിറ്റി ബി എന്താണ്, ബയ്യർ എൻറ്റിറ്റി എന്ന് വിളിക്കാലോ. ശരിയാണോ? അതിനുശേഷം അവരെന്ത് ചെയ്യും, അതിനുശേഷം ഇവർ ഇത് ലീസ് ബാക്ക് ചെയ്തില്ലേ, ആര്, എൻറ്റിറ്റി എ എൻറ്റിറ്റി ബിയുടെ ലീസ് ബാക്ക് ചെയ്തില്ലേ. ഇത് ലീസ് ബാക്ക് ചെയ്യുന്ന സമയത്ത് ആരാണ്, ഇയാൾ ലെസ്സറും ഇയാൾ ലെസ്സിയും അല്ലേ. അപ്പം സെയിൽ ആൻഡ് ലീസ് ബാക്കിനകത്ത് ഇത് എൻറ്റിറ്റി എ പറയുകയാണെങ്കിൽ സെല്ലർ ലെസ്സി അല്ലേ, സെല്ലർ ലെസ്സി അല്ലേ. എൻറ്റിറ്റി ബി എന്ന് പറഞ്ഞാൽ ബയ്യർ ലെസർ അല്ലേ. അതുകൊണ്ടോ എൻറ്റിറ്റി എ എന്ന് പറയുന്നത് സെല്ലർ ലെസ്സിയും എൻറ്റിറ്റി ബി എന്ന് പറയുന്നത് ബയ്യർ ലെസറും അല്ലേ. ഒരു കാര്യം മനസ്സിലാവും. അപ്പം ആരാണ് സെല്ലർ ലെസ്സി, ആരാണ് ബയ്യർ ലെസർ എന്ന് മനസ്സിലാവല്ലോ, കൺഫ്യൂഷൻ വരത്തില്ലല്ലോ. ഞാൻ സെല്ലർ ലെസ്സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരാണ്, അസറ്റ് വിറ്റ ആൾ, ലീസ് ബാക്ക് ചെയ്ത ആൾ. എൻറ്റിറ്റി ബി എന്ന് പറഞ്ഞാൽ അസറ്റ് മേടിച്ച ആൾ, ലീസിന് കൊടുത്ത ആൾ. കാര്യം ക്ലിയർ ആണല്ലോ. അപ്പം എ സെയിൽ ആൻഡ് ലീസ് ബാക്ക് ട്രാൻസാക്ഷൻ ഇൻവോൾവ്സ് എഴുതണേ ദ ട്രാൻസ്ഫർ ഓഫ് ആൻ അസറ്റ് ബൈ ആൻ എൻറ്റിറ്റി ടു അനദർ എൻറ്റിറ്റി. ആ അനദർ എൻറ്റിറ്റി ആണ് ബയ്യർ ലെസർ എന്ന് പറയുന്നത്. എന്നിട്ട് എന്ത് ചെയ്യും, ട്രാൻസ്ഫർ ഓഫ് ആൻ അസറ്റ് ആണെന്ന് ഒന്നാമത് നടക്കുന്നത്. ആൻഡ് ദ ലീസ് ബാക്ക് ഓഫ് ദ സെയിം അസറ്റ്, ഇതെന്ത് ചെയ്യും, സെക്കൻഡ് നടക്കും ബൈ ദ സെല്ലർ ലെസ്സി. അതായത് സെല്ലർ ലെസ്സി ഇയാൾ എന്ത് ചെയ്യും, ഇതേ അസറ്റ് തന്നെ ലീസ് ബാക്ക് ചെയ്തില്ലേ. ഈ ഒരു പ്രോസസ്സ് അല്ലേ സെയിൽ ആൻഡ് ലീസ് ബാക്ക് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എഴുതാലോ, ഫസ്റ്റ് വിൽക്കുന്നു, പിന്നെ ലീസ് ബാക്ക് ചെയ്യുന്നു. വിൽക്കുന്ന ആൾ പേര് സെല്ലർ, മേടിക്കുന്ന ആളുടെ പേര് ബയ്യർ, ലീസിന് കൊടുക്കുന്ന ആളുടെ പേര് ലെസർ, ലീസിന് എടുക്കുന്ന ആളുടെ പേര് ലെസ്സി. അപ്പം സെല്ലർ തന്നെയാണ് എന്ത്, ലെസ്സി, ബയ്യർ ആണെന്ത്, ലെസർ. അപ്പം സെല്ലർ ലെസ്സി ബയ്യർ ലെസർക്ക് ആദ്യമേ വിൽക്കും. സെല്ലർ ലെസ്സി ബയ്യർ ലെസർക്ക് ആദ്യമേ വിൽക്കും. ബയ്യർ ലെസറിന് പിന്നെ എന്ത് ചെയ്യും, സെല്ലർ ലെസ്സി പിന്നെ എന്ത് ചെയ്യും, ലീസ് ബാക്ക് ചെയ്യും. സെല്ലർ ലെസ്സി ബയ്യർ ലെസർക്ക് സെയിൽ നടത്തും. ബയ്യർ ലെസറിൻ്റെ നിന്ന് സെല്ലർ ലെസ്സി എന്ത് ചെയ്യും, ലീസ് ബാക്ക് ചെയ്യും. ക്ലിയറാണോ? മനസ്സിലാവും ആണല്ലോ. there is no change in possession of the asset. പൊസഷൻ മാറുന്നുണ്ടോ, അതായത് ഇത് വിറ്റുടനെ എന്ത് ചെയ്യണം, ഇയാൾ വിൽക്കുന്ന സമയത്തിന് എന്ത് ചെയ്യാം, ഇത് ലീസ് ബാക്കിനെന്നറിയാലോ. വിറ്റിട്ട് 1 വർഷം കഴിഞ്ഞിട്ടാണ് ലീസ് ബാക്ക് ചെയ്യുന്നതിന് കുഴപ്പമില്ല. വിൽക്കുന്ന സമയത്ത് തന്നെ എന്താണ്, ഇത് ലീസ് ബാക്ക് ചെയ്യണം. അങ്ങനെയെങ്കിൽ ഇത് വിൽക്കുന്ന സമയത്ത് തന്നെ ലീസ് ബാക്ക് ചെയ്യുകയാണെങ്കിൽ ഇതിൻ്റെ പൊസഷനകത്ത് മാറ്റങ്ങളൊന്നും വരാൻ സാധ്യതയില്ലല്ലോ. ആറെ തന്നെ ആയിരിക്കും, സെല്ലർ ലെസ്സിയുടെ തന്നെ ആയിരിക്കത്തില്ലേ, സെല്ലർ ലെസ്സിയുടെ തന്നെ ആയിരിക്കത്തില്ലേ ഇതിൻ്റെ പൊസഷൻ എന്ന് പറയുന്നത്. ഇത് എന്തിനു വേണ്ടിയിട്ടായിരിക്കും നമ്മൾ ചെയ്യുന്നുണ്ടോ, ജനറലി ദിസ് ട്രാൻസാക്ഷൻ ഈസ് ഡൺ ടു ജനറേറ്റ് ഇമ്മീഡിയറ്റ് ക്യാഷ് അല്ലേ, അല്ലെങ്കിൽ ഒരു ഫിനാൻസിങ് ഓപ്ഷൻ ആയിട്ടല്ലേ ഇത് ഉപയോഗിക്കുന്നത്.
ജനറലി ദിസ് ട്രാൻസാക്ഷൻ ഈസ് ഡൺ ടു ജനറേറ്റ് ഇമ്മീഡിയറ്റ് ക്യാഷ്. ഇത് 1 ലക്ഷം 2 ലക്ഷം ഒന്നും ചെയ്യാൻ സാധ്യതയില്ല. കോടിക്കണക്കിന് രൂപ വരുന്ന കേസുകളാണെന്ത് ഇവിടെ ഇത് ചെയ്യാൻ സാധ്യതയുള്ളൂ. എന്ന് പറഞ്ഞാൽ മറ്റുള്ളവർക്ക് ചെയ്തുകൂടാന്നൊന്നുമില്ല, ജനറലി നടക്കുന്നത് അങ്ങനെയാണ് എന്ന് ഞാൻ പറഞ്ഞത്. ക്ലിയർ ആണോ? അപ്പോൾ ഇതിനകത്ത് 2 അറേഞ്ച്മെന്റ്സ് ഉണ്ട്, അത് ശ്രദ്ധിക്കണം. 2 അറേഞ്ച്മെന്റ്സ്. ഒന്നെന്താണ് ഫസ്റ്റ് സെയിൽ ഓഫ് അസറ്റ്, രണ്ടെന്താണ് ലീസ് അറേഞ്ച്മെന്റ്. ഇതിനും ജേർണൽ എൻട്രി ഉണ്ട്, ഇതിനും ജേർണൽ എൻട്രി ഉണ്ട്. സെയിൽ ഓഫ് അസറ്റിനും ജേർണൽ എൻട്രി ഉണ്ട്, ലീസ് അറേഞ്ച്മെന്റിനും എന്തുണ്ട് ജേർണൽ എൻട്രി ഉണ്ട്. മനസ്സിലാക്കാലോ? സെയിൽ ഓഫ് അസറ്റിനും ജേർണൽ എൻട്രി ഉണ്ട്, ലീസ് അറേഞ്ച്മെന്റിനും ജേർണൽ എൻട്രി ഉണ്ട്. ആ ജേർണൽ എൻട്രി എന്താണെന്ന് പഠിക്കുന്നിടത്ത് എന്ത് ചെയ്തു? സെയിൽ ആൻഡ് ലീസ് ബാക്ക് കഴിഞ്ഞു. ആവുന്നുണ്ടോ? പോസ് എഴുതിയെടുക്കാലോ, എഴുതിയെടുക്കാം. അടുത്ത് സെയിൽ ആസ് പെർ ഇൻഡേസ് 150. അതായത് ആദ്യമേ എന്ത് ചെയ്യണം? സെയിൽ നടക്കണം, പിന്നാണ് എന്ത് ലീസ് ബാക്ക് നടക്കേണ്ടത്. ആദ്യമേ എന്ത് ചെയ്യണം? സെയിൽ നടത്തണം, പിന്നെന്താണ് ലീസ് ബാക്ക് നടക്കണം. ഈ സെയിൽ നടക്കണമെന്ന് പറയുമ്പോൾ നമ്മൾ ഏതാ നോക്കണ്ടേ? സബ്സ്റ്റൻസ് ഓർ ഫോം ആണ് നോക്കേണ്ടത്. അതായത് ഇൻഡേസ് 115 പ്രകാരമുള്ള സെയിൽ നടന്നുണ്ടോ എന്ന് നോക്കണം. ഇൻഡേസ് 115 എന്താണ്? റവന്യൂ ഫ്രം കോൺട്രാക്ട് വിത്ത് കസ്റ്റമേഴ്സ് അല്ലേ? ഈ റവന്യൂ ഫ്രം കോൺട്രാക്ട് വിത്ത് കസ്റ്റമേഴ്സിൽ പറയുന്ന പോലത്തെ സെയിൽ നടന്നുണ്ടോ എന്ന് നോക്കണം. അതിനെ ബേസ് ചെയ്തിട്ടാണ് എന്ത് ബാക്കിയുള്ള അക്കൗണ്ടിങ് ചെയ്യേണ്ടത്. So Index 116 requires that both entities, seller lesseum, buyer lesserum, both entities first assess whether the transfer should be accounted for as a സെയിൽ. ഏത് പ്രകാരം? അതായത് ഇൻഡേസ് 115 പ്രകാരമുള്ള ഒരു സെയിലായിട്ടാണോ ഇത് അക്കൗണ്ട് ചെയ്യണമെന്ന് നോക്കണം. അത് എന്തുകൊണ്ടാണെന്ന് മുന്നോട്ട് പോകാൻ പറയാം. ഫസ്റ്റ് എന്ത് ചെയ്യണം? നിങ്ങൾ ചെക്ക് ചെയ്യണം അത് എന്തിനാണെന്നുള്ളത് മുന്നോട്ട് ഞാൻ പറയാം. അപ്പോൾ ഇത് സെയിൽ നടത്തിയോ ഇല്ലോ എന്ന് അറിയാൻ വേണ്ടിയിട്ട്, അതായത് ഇൻഡേസ് 115 പ്രകാരം സെയിൽ നടത്തിയോ ഇല്ലോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഇൻഡേസ് 115 എന്താണ് പറയുന്നത് നോക്കണം. ഇൻഡേസ് 115 എന്താ പറയുന്നത്? എപ്പോഴാണ് സെയിൽ നടക്കുന്നത്? വെദർ എ പെർഫോമൻസ് ഒബ്ലിഗേഷൻ ഹാസ് ബീൻ സാറ്റിസ്ഫൈഡ്. അതായത് പെർഫോമൻസ് ഒബ്ലിഗേഷൻ സാറ്റിസ്ഫൈ ചെയ്താൽ മാത്രമല്ലേ സെയിൽ നടത്തിയെന്ന് പറയാൻ പറ്റത്തുള്ളൂ. ഈ പെർഫോമൻസ് ഒബ്ലിഗേഷൻ എന്ന് പറയുന്നത് എന്താണ്? സാറ്റിസ്ഫൈ ചെയ്യുന്ന എന്താണ്? കൺട്രോളുമായിട്ട് ലിങ്ക്ഡ് അല്ലേ? This normally occurs when the customer obtains control of a promised asset. കൺട്രോൾ അല്ലേ ക്രൈറ്റീരിയ. ഇതെല്ലാം എന്താണ്? ഇൻഡേസ് 115 ആണ്. ഇതിന്റെ സമ്മറി എന്താണ്? നിങ്ങൾ എന്ത് ചെയ്യണം? സെയിൽ ആൻഡ് ലീസ് ബാക്ക് ആണ്. ആദ്യം എന്ത് ചെയ്യണം? ഈ സെയിൽ ഇൻഡേസ് 115 പ്രകാരമുള്ള സെയിലാണെന്ന് നോക്കണം. സബ്സ്റ്റൻസില ഫോമിലല്ല, സബ്സ്റ്റൻസിൽ എന്ത് ചെയ്യണം? ആണെന്ന് നോക്കണം. ആണെങ്കിൽ എങ്ങനെ ചെയ്യണം, അല്ലെങ്കിൽ എങ്ങനെ ചെയ്യണം എന്നാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അതായത് നമ്മൾ 2 കാര്യങ്ങൾക്ക് അക്കൗണ്ട് ചെയ്യണം. ഒന്ന് സെയിൽ, 2 ലീസ് ബാക്ക്. ഇത് സെയിൽ ആണോ ഇല്ലോ എന്ന് ആദ്യമേ ഉറപ്പ് വരുത്തണം. ഏത് പ്രകാരം? സെയിൽ ലീഗലി ആയ പോരാ, ഏത് പ്രകാരം വരണം? സബ്സ്റ്റൻസിലാകണം. എന്ന് പറഞ്ഞാൽ ഇൻഡേസ് 115 പ്രകാരമാകണം. ഇൻഡേസ് 115 എന്താ പറയുന്നത്? റവന്യൂ ഫ്രം കോൺട്രാക്ട് വിത്ത് കസ്റ്റമേഴ്സ്. പെർഫോമൻസ് ഒബ്ലിഗേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നതല്ലേ ക്രൈറ്റീരിയ. ഈ പെർഫോമൻസ് ഒബ്ലിഗേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നതാണ് ക്രൈറ്റീരിയ എന്ന് പറയുമ്പോൾ അവിടെ നമ്മൾ നോക്കേണ്ടത് എന്താണ്? കൺട്രോൾ അല്ലേ നോക്കേണ്ടത്. കൺട്രോള് കസ്റ്റമർക്ക് കിട്ടുന്നുണ്ടോ എന്നല്ലേ നോക്കേണ്ടത്. അല്ല, ചോദ്യം വരാം, എന്താണ് ഇനി കൺട്രോൾ? ഇതൊക്കെ നമ്മൾ എന്താണ് ഇൻഡേസ് 115 ആണ്, ഇതുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്നതല്ല, ജസ്റ്റ് എന്താണ് ഒരു റീകളക്ഷൻ മാത്രമാണ്. എന്താണ് കൺട്രോൾ? കൺട്രോൾ ഓഫ് ആൻ അസറ്റ്സ് റെഫേഴ്സ് the ability to obtain substantially all the remaining benefits അല്ലെങ്കിൽ റൈറ്റ്സ്. substantially all of the remaining benefits. Control of an asset refers to the ability to obtain substantially all of the remaining benefits. ഒരിക്കൽ പറഞ്ഞു കഴിഞ്ഞാൽ ബെനിഫിറ്റ് മൊത്തത്തിൽ നമ്മൾ ആർക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ടോ? കസ്റ്റമർക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ടോ? ബെനിഫിറ്റ് എന്ന റൈറ്റ്സ് ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ടോ? എന്താണ്? കൺട്രോൾ സാറ്റിസ്ഫൈ ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട്. കൺട്രോൾ ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട് എന്താണ്? പെർഫോമൻസ് ഒബ്ലിഗേഷൻ പെർഫോം ആയിട്ടുണ്ട് അല്ലെ, സാറ്റിസ്ഫൈ ആയിട്ടുണ്ട്. അങ്ങനെ എന്താണ്? ഇൻഡേസ് 115 പ്രകാരമുള്ള സെയിൽ നടന്നിട്ടുണ്ട്. ഇതെല്ലാം നമ്മൾ ഏതാണ്? ഇൻഡേസ് 116 അല്ല പഠിക്കുന്നത്, ഇൻഡേസ് 115 ആണ് പഠിക്കുന്നത്.
റവന്യൂ ഫ്രം കോൺട്രാക്ട് വിത്ത് കസ്റ്റമേഴ്സ് ആണ് നോക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ഹലോ, Case 116 requires that both entity first assess whether the transfer should be accounted. അതായത് സെയിൽ ആണോ അല്ലയോ നോക്കാം. അതിനുവേണ്ടി എന്ത് ചെയ്യണം? സെയിൽ ആവുന്ന എപ്പോഴാണ്? റൈറ്റ് ട്രാൻസ്ഫർ ചെയ്യുമ്പോഴാണ്. റൈറ്റ് ട്രാൻസ്ഫർ എന്ന് പറയുന്നത് എന്താണ്? കൺട്രോൾ ട്രാൻസ്ഫർ ചെയ്യുന്നതാണ്. കൺട്രോൾ ട്രാൻസ്ഫർ ചെയ്യുന്നതാണ് എന്ത്? പെർഫോമൻസ് ഒബ്ലിഗേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നതാണ് കരുതുന്നത് അല്ലേ? അങ്ങനെ എന്താണ്? കേസ് 115 റവന്യൂ ഫ്രം കോൺട്രാക്ട് വിത്ത് പ്രകാരമുള്ള സെയിൽ നടന്നു എന്ന് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് സ്ഥാപിക്കാൻ പറ്റും. ക്ലിയർ ആവുന്നുണ്ടോ? ഓക്കെ ആണോ? പറഞ്ഞോട്ടെ. ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മൾ തീരുമാനിച്ചു എന്ത്? ഇത് 115 പ്രകാരം സെയിൽ ആണോ എന്ന് തീരുമാനിച്ചു. ഞാൻ പറഞ്ഞു 2 കാര്യങ്ങൾ നമ്മൾ നോക്കണം. ഒന്നെന്താണ്? സെയിൽ, രണ്ടെന്താണ്? ലീസ് ബാക്ക്. അപ്പം ഇൻഡേസ് 115 പ്രകാരം ഇത് സെയിലാണ്. ലീസ് ബാക്കിൻ്റെ കാര്യം എന്താണ്? നമ്മൾ പ്രത്യേകിച്ച് നോക്കണമെന്ന് പറഞ്ഞിട്ടില്ല. അങ്ങനെയെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് ഒരു രീതിയിലുള്ള അക്കൗണ്ടിങ് ആണ്. ഇൻഡേസ് 115 പ്രകാരം ഇത് സെയിൽ അല്ല, ലീസ് ബാക്ക് തന്നെ, അതിനകത്ത് മാറ്റമൊന്നുമില്ല. ലീസ് ബാക്ക് ആയിക്കോട്ടെ. അങ്ങനെയെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് സെക്കൻഡ് മെത്തേഡിലുള്ള അക്കൗണ്ടിങ്. എന്താണ് വ്യത്യാസം? ശ്രദ്ധിച്ചേക്കുക. എസ് ആണെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? അതായത് എസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇത് സെയിലായിട്ട് ട്രീറ്റ് ചെയ്യുകയാണെങ്കിൽ, സെയിലായിട്ട് ട്രീറ്റ് ചെയ്യുകയാണെങ്കിൽ എന്താണ്? ഇതിന് സെയിലിൻ്റെ ജേർണൽ എൻട്രീസ് എഴുതണം. ഇതിനെന്താണ്? ലീസ് ബാക്കിൻ്റെ ജേർണൽ എൻട്രീസ് എഴുതണം, അല്ലെങ്കിൽ ലീസിൻ്റെ എൻട്രീസ് എഴുതണം. പക്ഷേ ഇത് സെയിൽ അല്ലെങ്കിൽ എന്ത് ചെയ്യണം? കാശ് കടം മേടിച്ചതുപോലെ ട്രീറ്റ് ചെയ്യണം, ഫിനാൻസിങ് ആയിട്ട് ട്രീറ്റ് ചെയ്യണം. ഇതും എന്ത് ചെയ്യണം? ഫിനാൻസിങ് ആയിട്ട് ട്രീറ്റ് ചെയ്യണം. എന്ന് പറഞ്ഞാൽ എൻറ്റിറ്റി എ, എൻറ്റിറ്റി ബി, ഇവിടെ ഒരു മെഷീനറി ഉണ്ട്. ഈ മെഷീനറി 50 കോടി രൂപയ്ക്ക് സെയിൽ നടത്തിയെന്നാണ് ലീഗലി പറയുന്നത്. പക്ഷേ സബ്സ്റ്റൻസ് അത് സെയിലല്ല. അപ്പോൾ എന്ത് ചെയ്യും? ഇവർ 50 കോടി എന്ത് ചെയ്യും? ഇങ്ങോട്ട് തന്നിട്ടുണ്ടായിരിക്കും. ഈ 50 കോടി ഉണ്ടല്ലോ, ഈ 50 കോടി എന്താണ്? നമ്മൾ കടം മേടിച്ച പോലെ ട്രീറ്റ് ചെയ്യണം. കാരണം ഇവിടെ എന്തില്ല? സെയിലില്ല. സിമ്പിളാണ്. കടം മേടിച്ച പോലെ ട്രീറ്റ് ചെയ്യുക. കഴിഞ്ഞു, പരിപാടി കഴിഞ്ഞു, അത്രേ ഉള്ളൂ. ഏറ്റവും എളുപ്പമാണ്. എന്ത്? നോ എന്നാണ് ഉത്തരവെങ്കിൽ ഇത് സെയിൽ നടന്നിട്ടില്ല. ശ്രദ്ധിച്ചേക്കുക, സെയിൽ നടന്നിട്ടില്ലെന്നാണ് പറയുന്നത്. അപ്പോൾ എന്താണ്? എൻറ്റിറ്റി ബിക്ക് 50 കോടിക്ക് ഒരു അസറ്റ് എന്ത് ചെയ്തു? മെഷീനറി 50 കോടിക്ക് ട്രാൻസ്ഫർ ചെയ്തു എന്ന് പറയുന്നു. പക്ഷെ എന്തല്ല, ഇത് ഇൻഡേസ് 115 പ്രകാരം സെയിലല്ല. അപ്പോൾ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് ഇവർ എന്ത് ചെയ്യണം? 50 കോടി ക്യാഷ് തരണമല്ലോ. അങ്ങനെയെങ്കിൽ ഇത് സെയിൽ അല്ലെങ്കിൽ ഈ 50 കോടി എന്താ ട്രീറ്റ് ചെയ്യണം? 50 കോടി കടം മേടിച്ചായിട്ട് ട്രീറ്റ് ചെയ്യണം. എൻട്രി എന്താ? അസറ്റ് കൂടി ലൈബിലിറ്റി കൂടി. എൻട്രി ക്യാഷ് ഓർ ബാങ്ക് അക്കൗണ്ട് ഡെറ്റഡ് ടു ഫിനാൻഷ്യൽ ലൈബിലിറ്റി. എളുപ്പമല്ലേ? കഴിഞ്ഞില്ലേ? ഇത് ലീസ് ബാക്ക് ചെയ്യുന്ന സമയത്ത് തിരിച്ച് പേയ്മെന്റ് കൊടുക്കുന്നുണ്ടല്ലോ അല്ലേ? ഈ തിരിച്ച് പേയ്മെന്റ് കൊടുക്കുന്നത് എന്താണ്? ഇവിടെ നിന്ന് ഇങ്ങോട്ടല്ല പോകുന്നത്. ലീസ് ബാക്കിന്റെ പേയ്മെന്റ് മാസം 2 ലക്ഷം രൂപ വെച്ചിട്ട് ഇതെന്താണ്? ഫിനാൻസ് തന്നെ ആയിട്ട്, അതായത് റീപേയ്മെന്റ് ഓഫ് ഫിനാൻസ് ആയിട്ട് ട്രീറ്റ് ചെയ്യണം. ഇവിടെ എന്ത് വരുന്നില്ല? ലീസിന്റെ ഒരാസ്പെക്റ്റും വരുന്നില്ല, സെയിലിന്റെ ഒരാസ്പെക്റ്റും വരുന്നില്ല. ഇത് മൊത്തത്തിൽ എന്തായിട്ടാണ്? ഫിനാൻസ് ആയിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത്, ഫിനാൻസിങ് ആയിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത്. കാരണം ലോജിക്കലാണ്. കാരണം ഇയാൾ വിറ്റ സമയത്ത് ഇയാൾ പറയുന്നു, പക്ഷേ സബ്സ്റ്റൻസിൽ എന്തല്ല? സെയിലല്ല. ഇത് സബ്സ്റ്റൻസിൽ സെയിൽ അല്ലെങ്കിൽ തിരിച്ചു കിട്ടിയ 50 കോടി രൂപ എന്തായിട്ട് ട്രീറ്റ് ചെയ്യണം? നമ്മൾ കടം മേടിച്ചായിട്ട് ട്രീറ്റ് ചെയ്യണം. ലീസിന്റെ പേരും പറഞ്ഞു. ഇതെന്താണ്? ലീഗലി എന്താണ്? ലീഗലി സെയിലിന്റെ കാശാണ്, പക്ഷേ സബ്സ്റ്റൻസ് എന്താണ്? കടം മേടിച്ചതാണ്. ഇതെന്താണ്? ലീഗലി ലീസിന്റെ പേയ്മെന്റ് ആണ്, പക്ഷേ സബ്സ്റ്റൻസ് എന്താണ്? റീപേയ്മെന്റ് ഓഫ് ഫിനാൻസ് ആണ്. ഇതെല്ലാം ഏത് ഏസ് പ്രകാരം ചെയ്യേണ്ടത്? ഇൻഡേസ് 109 പ്രകാരം ചെയ്യേണ്ട കാര്യങ്ങളാണ്. ക്ലിയർ ആവുന്നുണ്ടോ? എളുപ്പമല്ലേ? അതായത് അവിടെ സെയിൽ ഇല്ല എങ്കിൽ കേൾക്കണം, സെയിൽ ആൻഡ് ലീസ് ബാക്ക് എന്നത് 2 കാര്യങ്ങൾ. ഒന്ന് സെയിൽ, ലീസ് ബാക്ക്. സെയിൽ എന്ന് ലീഗലി പറയും, പക്ഷേ സബ്സ്റ്റൻസ് എന്ന് പറയുമ്പോൾ ഇൻഡേസ് 115 പ്രകാരം അവിടെ സെയിൽ ഇല്ലാതിരിക്കുകയും ചെയ്യുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? അതിനെ ഫിനാൻസിങ് ഓപ്ഷൻ ട്രീറ്റ് ചെയ്യണം. ലീസ് ബാക്കിന്റെ സമയത്ത് ലീസ് പേയ്മെന്റ് എന്ത് ചെയ്യണം?
റീപേയ്മെന്റ് ഓഫ് ഫിനാൻസ് ആയിട്ട് ട്രീറ്റ് ചെയ്യണം എന്ന് പറഞ്ഞാൽ രണ്ടും എന്തായിട്ട് ട്രീറ്റ് ചെയ്യണം, രണ്ടും ഫിനാൻസിങ് ഓപ്ഷൻ ആയിട്ട് ട്രീറ്റ് ചെയ്യണം. സെയിലും ലീസ് ബാക്കും രണ്ടും എന്താണ് ഫിനാൻസിങ് ആയിട്ട് ട്രീറ്റ് ചെയ്യണം. കഴിഞ്ഞില്ലേ? എളുപ്പമല്ലേ? അതായത് രണ്ടും എന്ത് ചെയ്യണം, ഫിനാൻസിങ് ട്രാൻസാക്ഷൻ ആയിട്ട് ട്രീറ്റ് ചെയ്യേണ്ടേ. ഏത് സെയിലും ഫിനാൻസിങ് ആണ്, ലീസ് ബാക്ക് എന്താണ് ഫിനാൻസിങ് ആണ്. കാരണം എന്താണ്, ഇത് റീപേയ്മെന്റ് ഓഫ് ഫിനാൻസ് ആയിട്ട് ട്രീറ്റ് ചെയ്യും. അല്ലേ? ആയിക്കൂടെ ബേസിലുള്ള ക്വസ്റ്റ്യൻസ് ഒന്നും അധികമില്ല, ക്വസ്റ്റ്യൻസ് ഇല്ല. ക്വസ്റ്റ്യൻ ഉള്ള എന്താണ്, ഫസ്റ്റിനെ ബേസ് ചെയ്തിട്ടാണ്. അതായത് എൻറ്റിറ്റി എ, എൻറ്റിറ്റി ബി, ഒരു മെഷീനറി ഉണ്ട്. ഈ മെഷീനറി എന്ത് ചെയ്യുന്നു, ഇവർ സെയിൽ നടത്തുന്നു. അതിനുശേഷം എന്ത് ചെയ്യുന്നു, ലീസ് ബാക്ക് ചെയ്യുന്നു. ഇത് ഇൻഡേയസ് 115 പ്രകാരം ഇത് സെയിലാണ്. അങ്ങനെയല്ല എന്താണ് ഈ പഠിക്കാൻ പോകുന്ന കാര്യങ്ങൾ ഇവിടെ ആപ്ലിക്കബിൾ ആവും. ഇത് സെയിൽ ആണെങ്കിൽ അങ്ങനെ ചെയ്യണം, ഇത് ലീസ് ബാക്ക് ആണെങ്കിൽ ചെയ്യണം. ഇത് സെയിൽ അല്ലെങ്കിൽ എന്താണ്, ഇത് ഫിനാൻസിങ് ആണ്. ലീസ് ബാക്കിന്റെ പേയ്മെന്റ് എന്താണ്, റീപേയ്മെന്റ് ഓഫ് ഫിനാൻസ് ആണ്. കഴിഞ്ഞു. പക്ഷെ ഇത് സെയിൽ ആണെങ്കിൽ എസ് എന്നാണ് ഉത്തരമെങ്കിൽ, അതായത് ട്രാൻസ്ഫർ ഓഫ് അസറ്റ് ഈസ് എ സെയിൽ ആസ് പെർ ഇൻഡേസ് ആണെങ്കിൽ, ട്രാൻസ്ഫർ ഓഫ് അസറ്റ് ഈസ് എ സെയിൽ ആസ് പെർ ഇൻഡേസ് 150 ആണെങ്കിൽ ട്രാൻസാക്ഷൻ ഈസ് അക്കൗണ്ടഡ് ഫോർ ആസ് എ സെയിൽ ഓർ പർച്ചേസ് ഓഫ് ദ അസറ്റ് ആൻഡ് ലീസ്. അതായത് ഫസ്റ്റ് വൺ എന്താണ്, സെയിൽ ഓർ പർച്ചേസ് എന്ന് പറഞ്ഞാൽ, സെയിൽ എന്ന് പറഞ്ഞാൽ ആർക്കാണ്, സെല്ലർ ലെസ്സിക്കും, പർച്ചേസ് ആർക്കാണ്, ബയ്യർ ലെസ്സർക്കും, ആൻഡ് ലീസ്. ക്ലിയർ ആവുന്നുണ്ടോ? ക്ലിയർ അല്ലേ? ഇഫ് ട്രാൻസ്ഫർ ഓഫ് അസറ്റ് ഈസ് നോട്ട് എ സെയിൽ, സെയിൽ അല്ലെങ്കിൽ സെല്ലർ ലെസ്സിയുടെ ബുക്കിൽ എന്താണ്, സെയിൽ ഓഫ് അസറ്റ് ട്രീറ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം ഇൻഡേസ് 115 പ്രകാരം എന്താണ്, ഇത് സെയിൽ അല്ല. ഇൻഡേസ് 115 പ്രകാരം ഇത് സെയിൽ അല്ലെങ്കിൽ പിന്നെ എന്താണ്, സെയിൽ ട്രീറ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഇയാളുടെ ബുക്കിൽ എന്താണ്, പർച്ചേസ്. അതായത് എൻറ്റിറ്റി എ, എൻറ്റിറ്റി ബിക്ക് ഒരു മെഷീനറി 50 കോടി രൂപയ്ക്ക് വിൽക്കുന്നു. ഇത് പക്ഷേ എന്താണ്, സെയിൽ അല്ല എന്ന് പറയുന്നു. അപ്പോൾ എന്താണ്, സെയിലായിട്ട് റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റത്തില്ല. അതായത് ഈ മെഷീനറി ഇപ്പോഴും ആറ് ബുക്കിൽ തന്നെ കാണണം, എൻറ്റിറ്റി എയുടെ ബുക്കിൽ തന്നെ കാണണ്ടേ. കണ്ടിന്യൂ ടു റെക്കഗ്നൈസ്ഡ് അസറ്റ് അല്ലേ, ആ അസറ്റ് അവർ റെക്കഗ്നൈസ് ചെയ്തിരിക്കണമല്ലോ. കാരണം ആറ് ബുക്കിൽ നിന്ന് പോകാൻ പാടില്ല. ഇയാളല്ലേ സെല്ലർ ലെസ്സി എന്ന് പറയുന്നത്, ഇയാളല്ലേ ബയ്യർ ലെസ്സർ എന്ന് പറയുന്നത്. ഇപ്പോഴും അസറ്റ് ആറ് ബുക്കിൽ തന്നെ കാണണം, എൻറ്റിറ്റി എയുടെ ബുക്കിൽ തന്നെ കാണണ്ടേ. അസറ്റ് കുറഞ്ഞു എന്ന് പറഞ്ഞൊരു എൻട്രി ആറ് ബുക്കിൽ വരാൻ പാടില്ല, എൻറ്റിറ്റി എയുടെ ബുക്കിൽ അല്ലെങ്കിൽ സെല്ലർ ലെസ്സിയുടെ ബുക്കിൽ വരാൻ പാടില്ലല്ലോ. അതായത് ഇയാളുടെ ബുക്കിൽ എന്ത് ചെയ്യണം, അസറ്റ് റെക്കഗ്നൈസ് ചെയ്തിരിക്കണം. അതായത് അസറ്റ് മാറ്റാൻ പാടില്ല, ഡീ റെക്കഗ്നൈസ് ചെയ്യാൻ പാടില്ല. അതേപോലെ ബയ്യർ ലെസർ, ലീഗലി ഇതൊരു സെയിൽ ആണെങ്കിലും സബ്സ്റ്റൻഷ്യൽ സെയിൽ അല്ലാത്തതുകൊണ്ട് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, കനോട്ട് ബി റെക്കഗ്നൈസ്ഡ്. അസറ്റ് കനോട്ട് ബി റെക്കഗ്നൈസ്ഡ്, അസറ്റ് കനോട്ട് ബി റെക്കഗ്നൈസ്ഡ്. ണ്ടോ? ആണോ? ഇയാൾ എന്ത് ചെയ്യണം, എൻട്രി എന്താ, അസറ്റ് കൂടി ലയബിലിറ്റി കൂടി അല്ലേ. ക്യാഷ് ഓർ ബാങ്ക് അക്കൗണ്ട് അറ്റഡ് ടു ഫിനാൻഷ്യൽ ലയബിലിറ്റി. ഏത് കേസ് പ്രകാരം, കേസ് 109 പ്രകാരം. ഇയാളുടെ ബുക്കിൽ എന്താണ്, അസറ്റ് കൂടി ലയബിലിറ്റി കൂടി, അസറ്റ് കൂടി അസറ്റ് കുറഞ്ഞു. ഇവിടെ നഷ്ടം ഏതാണ്, ഫിനാൻഷ്യൽ അസറ്റ് അക്കൗണ്ട് അറ്റഡ് ടു ക്യാഷ് ഓർ ബാങ്ക്. ഏതാണ്, കേസ് 109 പ്രകാരമുള്ള ഫിനാൻഷ്യൽ അസറ്റ്. നോർമലി അതായത് സെയിലും എന്താണ് ഫിനാൻസിങ് ആയിട്ട് കണക്കും, ലീസ് ബാക്ക് എന്ത് ചെയ്യും, അല്ലെങ്കിൽ ലീസ് ബാക്കിൻ്റെ ലീസ് പേയ്മെൻറ്റ് എന്ത് ചെയ്യും, റീപേയ്മെൻറ്റ് ഓഫ് ഫിനാൻസ് ആയിട്ട് കൺസിഡർ ചെയ്യും. അതായത് രണ്ടും എന്താണ്, ഇവിടെ സെയിലിൻ്റെ അക്കൗണ്ടിങ് ഇല്ല, ലീസ് ബാക്കിൻ്റെ അക്കൗണ്ടിങ് ഇല്ല, പകരം എന്താണ് ഫിനാൻസിങ്ങിൻ്റെ അക്കൗണ്ടിങ് ആണ് ചെയ്യുന്നത്. കാരണം നമ്മൾ എന്താണ് നോക്കുന്നത്, സബ്സ്റ്റൻസ് ഓവർ ഫോം ആണ് നോക്കുന്നത്. ഇൻഡേഴ്സുകളുടെ എല്ലാം പ്രത്യേകത എന്താണ്, സബ്സ്റ്റൻസിനാണ് ഇമ്പോർട്ടൻസ്, എന്തിനല്ല, ലീഗൽ ഫോമിനല്ല. അപ്പോൾ ഇതിനെന്താണ് ഇവിടെ പ്രത്യേകിച്ച് കോംപ്ലിക്കേഷൻ ഒന്നുമില്ല. സിമ്പിൾ ടേംസ്,
ട്രാൻസ്ഫർ പ്രൊസീഡ്സ് ആർ ട്രീറ്റഡ് ആസ് എ ലോൺ as per Ind AS 106. Other terms, transfer proceeds are treated as a loan and accounted as per Ind AS 106. ഇനിയാണ് ശ്രദ്ധിക്കുന്നത്, ഇഫ് ട്രാൻസ്ഫർ ഓഫ് അസറ്റ് ഈസ് എ സെയിൽ, അവിടെയാണ് ട്വിസ്റ്റ് വരുന്നത്. സെയിലിന്റെ അക്കൗണ്ടിങ് ഇവിടെയാണ്. ഇത് നോട്ട് എഴുതിയെടുക്കുക. നമുക്ക് എന്ത് ചെയ്യാം, ഒരു സ്റ്റഡി മെറ്റീരിയൽ ഒരു ക്വസ്റ്റ്യൻ വെച്ചിട്ട് പഠിക്കാം, അതായിരിക്കും നല്ലത്. ആദ്യം എന്ത് ചെയ്യാം, നോട്ട് സെയിൽ ഓഫ് അസറ്റിന് സെല്ലർ ലെസ്ഡ് ബുക്കിലെ എൻട്രി, ബയർ ലെസ്സറുടെ ബുക്കിലെ എൻട്രി. ലീസ് ബാക്കിന് സെല്ലർ ലെസ്സിയുടെ ബുക്കിലെയും ബയർ ലെസ്സറുടെ ബുക്കിലെയും അഡ്ജസ്റ്റ്മെന്റ് എന്നുള്ളത് ഞാൻ എന്ത് ചെയ്യും, ക്വസ്റ്റ്യൻ നോക്കാം. 45 സ്റ്റാൻഡേർഡ് ക്വസ്റ്റ്യൻ ആണ്. ചോദിച്ചാലും എന്താണ് ചാൻസ് നമുക്ക് വായിച്ചു നോക്കി. ആൻഡ് എൻറ്റിറ്റി സെല്ലർ ലെസ്സി സെൽസ് എ ബിൽഡിംഗ്. അപ്പോൾ എന്താ വിറ്റ്, ബിൽഡിംഗ് ആണ് വിറ്റത്. ആർക്ക്, ബയർ ലെസ്സർക്ക്. എത്ര രൂപയ്ക്ക്, 30 lakhs. അപ്പം സെയിൽസ് പ്രൈസ് എത്രയാണ്, സെയിൽസ് പ്രൈസ് 30 lakhs ആണ്. ക്യാരിങ് ബുക്ക് വാല്യൂ എത്രയായിരുന്നു, അതായത് ഇത് വിൽക്കുന്നതിന് തൊട്ടുമ്പോൾ ബുക്ക് വാല്യൂ എത്രയാണ്, 15 lakhs ആണ് ബുക്ക് വാല്യൂ. ലീസ് ബാക്ക് ചെയ്യാൻ തീരുമാനിച്ചു. എത്ര വർഷത്തേക്ക്, 20 വർഷത്തേക്കാണ് ലീസ് ബാക്ക് ചെയ്യാൻ തീരുമാനിച്ചത്. ലീസ് പേയ്മെന്റ് എത്രയാണ്, 2 ലക്ഷം രൂപ അറ്റ് ദ എൻഡ് ഓഫ് ഈച്ച് ഇയർ ആണ്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണ്, കേസ് 115 പ്രകാരമുള്ള പെർഫോമൻസ് ഒബ്ലിഗേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നു എന്നാണ് പറയുന്നത്. അപ്പം സെയിൽ ആണെന്നാണ് അതിൻ്റെ അർത്ഥം, അല്ലേ? സെയിൽ അല്ലെങ്കിൽ എന്താണ്, രണ്ട് ഫിനാൻസിങ് ഓപ്ഷൻ ആയിട്ടാണ്. സെയിൽ അല്ലാത്തൊരു ഓപ്ഷനെ പറ്റിയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. സെയിൽ അല്ലെങ്കിൽ
രണ്ട് ഫിനാൻസിങ് ഓപ്ഷൻ ആണ്. സെയിൽ ആണെങ്കിൽ ഉള്ള ഓപ്ഷനെ പറ്റിയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഇതെന്ത് ചെയ്യും, ക്വസ്റ്റ്യൻ അത് സ്പെസിഫിക് ആയിട്ട് തരും. ഇതിന്റെ ഫെയർ വാല്യൂ എത്രയാണ്? 27 ലാക്ക് ആണ്. ഡയറക്റ്റ് കോസ്റ്റ് ഇഗ്നോർ ചെയ്യണം. IR എത്രയാണ്? 12% ആണ്. ഓപ്പറേറ്റിംഗ് ലീസ് ആണ് 6 ബുക്കിൽ. ബയ്യർ ലെസറുടെ ബുക്കിൽ ഓപ്പറേറ്റിംഗ് ലീസ് ആണ്. രണ്ടുപേരും അങ്ങനെ അക്കൗണ്ട് ചെയ്യണം. ചെയ്യാലോ? ശ്രദ്ധിച്ചേക്കണേ, ഓരോ കാര്യവും ശ്രദ്ധിച്ചേക്കണേ. ഒന്നുകൂടെ വായിച്ചു നോക്കി. സെല്ലർ ലെസ്സി, ബയ്യർ ലെസർ. എന്താ വിറ്റത് ഇവരെന്താ വിറ്റത്? ബിൽഡിംഗ് അല്ലേ? എത്ര രൂപയാണ് സെയിൽസ് പ്രൈസ്? എത്രയാണ് സെയിൽസ് പ്രൈസ്? 30 ലാക്സ് അല്ലേ? ഇതിന്റെ ബുക്ക് വാല്യൂ എത്രയാണ്? 15 ലാക്സ് അല്ലേ? അതിന്റെ ഫെയർ വാല്യൂ എത്രയാണ്? ഫെയർ വാല്യൂ ഓഫ് ദ ബിൽഡിംഗ് ഈസ് 27 ലാക്സ്. ഫെയർ വാല്യൂ എത്രയാണ്? 27 ലക്ഷം അല്ലേ? അതിനുശേഷം അല്ലേ ഇത് ലീസ് ബാക്ക് ചെയ്യുന്നത് അല്ലേ? ഇത് ലീസ് ബാക്ക് ചെയ്യുന്നതിന്റെ ടേംസ് എത്രയാണ്? ലീസ് പീരീഡ് എത്രയാണ്? 20 ഇയേഴ്സ് അല്ലേ? ലീസ് പേയ്മെന്റ് എത്രയാണ്? 2 lakh പെർ ആനം അല്ലേ? ലെസറുടെ ബുക്കിൽ ഇതെന്താണ്? ലെസറുടെ ബുക്കിൽ ഇത് ഓപ്പറേറ്റിംഗ് ലീസ് അല്ലേ? ലെസ്സിയുടെ ബുക്കിൽ ആണ് ഓപ്പറേറ്റിംഗ് ലീസ് ആണോ ഫിനാൻസ് ലീസ് ആണോ സെപ്പറേഷൻ ഒന്നുമില്ലല്ലോ. റൈറ്റ് ഓഫ് യൂസ് എന്നൊരു സംഭവം മാത്രമല്ലേ ഉള്ളൂ. പണ്ട് നമ്മൾ 19 പഠിച്ചുകൊണ്ടിരുന്ന സമയത്തല്ലേ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നത്. ലെസറുടെ ബുക്കിൽ എന്താണ്? ഓപ്പറേറ്റിംഗ് ലീസ്, ഫിനാൻസ് ലീസ്. നമ്മൾ പണ്ട് AS 19 പഠിച്ച അതേ കൺസെപ്റ്റ് തന്നെ. പക്ഷേ ലെസ്സിയുടെ ബുക്കിൽ എന്താണ്? പുതിയ കൺസെപ്റ്റ് അല്ലേ? ലെസ്സിയുടെ ബുക്കിലെ പുതിയ കൺസെപ്റ്റ് എന്താണ്? റൈറ്റ് ഓഫ് യൂസ് അസറ്റ് എന്നൊരു സംഭവം അല്ലേ? ഇതല്ലേ ക്വസ്റ്റ്യൻ പറയുന്നത്? അപ്പം ഇതെന്താണ്? ഇത് നമ്മൾ സെയിൽ അല്ലേ? സെയിൽ എന്ത് ചെയ്യണം? നമ്മൾ സെയിലായിട്ട് അക്കൗണ്ട് ചെയ്യണം. ഇതെന്താണ്? ലീസ് ബാക്ക് ആയിട്ട് അക്കൗണ്ട് ചെയ്യണം. അപ്പോൾ ഇതൊന്ന്, ഇത് രണ്ട്. ഇതിന്റെ അക്കൗണ്ടിങ് പഠിക്കുന്നിടത്താണെന്ത് ഇതിന്റെ കൺസെപ്റ്റ് ഇരിക്കുന്നത്. പഠിച്ചിട്ടില്ല, പഠിക്കാൻ പോകുന്നേ ഉള്ളൂ. ഇതാകുന്നുണ്ടോ? അപ്പോൾ നിങ്ങൾക്ക് ഒരു സംശയം വരാം, ഇതിനകത്ത് എന്ത് ഈ പ്രശ്നം? ഇതിനെന്താണ് സെയിലായിട്ടും ഇതിനെന്താണ് ലീസ് ബാക്കിന്റെ അക്കൗണ്ടിങ് ഒന്ന് ചെയ്താൽ പോരെ? സെയിലിന്റെ അക്കൗണ്ടിങ് നമുക്ക് എവിടെ നിന്ന് അറിയാം? ഇൻഡേസ് 115 എന്നറിയാം. ലീസിന്റെ അക്കൗണ്ടിങ് എവിടെ നിന്ന് അറിയാം? ഇൻഡേസ് 116 എന്നറിയാം. അപ്പോൾ അതിന് ചെയ്താൽ പോരെ? പരിപാടി കഴിഞ്ഞില്ലേ എന്നൊരു ചോദ്യം നിങ്ങളുടെ മനസ്സിൽ വരാം. അത് ചെയ്താൽ പോരാ. എന്തുകൊണ്ട് ചെയ്താൽ പോരാ എന്നാണ് പറയാൻ പോകുന്നത്. ശ്രദ്ധിച്ചേക്കുക. സെയിൽസ് പ്രൈസ് ശ്രദ്ധിച്ചേക്കണേ. സെയിൽസ് പ്രൈസ് എത്രയാണ് പറഞ്ഞേ? സെയിൽസ് പ്രൈസ് എത്രയാണ്? 30 lakhs ആണ് സെയിൽസ് പ്രൈസ്. ലെസ് വാല്യൂ എത്രയാണ്? 15 lakhs ആണ് ബുക്ക് വാല്യൂ. അങ്ങനെയെങ്കിൽ നോർമൽ കേസിൽ പ്രോഫിറ്റ് എത്രയാണ് വരണ്ടേ? 15 lakhs വരണ്ടേ അല്ലേ? ഇതല്ലേ നമ്മൾ നോർമലി ഇൻഡേസ് 115 പ്രകാരം, അതായത് നമ്മളിപ്പോൾ ഒന്നും പുതിയതായിട്ട് പഠിച്ചിട്ടില്ല, നമുക്ക് പഴയ അറിവ് വെച്ച് നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഇങ്ങനെയല്ലേ ഇത് ചെയ്യുന്നത്? 30 ലക്ഷം രൂപ സാധനം വിറ്റു, 15 ലക്ഷം രൂപ എന്താണ് ബുക്ക് വാല്യൂ, 15 ലക്ഷം രൂപ പ്രോഫിറ്റ്. അസറ്റ് കൂടി കൂടുന്ന അസറ്റ് ക്യാഷ് ബാങ്ക് 30 lakhs, അസറ്റ് കുറഞ്ഞു ബിൽഡിംഗ് 15 lakhs, പ്രോഫിറ്റ് കൂടി ചെയ്യാണ്ടൽ എത്രയാണ്? 15 lakhs. പരിപാടി കഴിഞ്ഞില്ലേ? ഇങ്ങനെയായിരുന്നു എന്ത് നോർമലി. ഞാനിപ്പം പഠിപ്പിക്കാൻ പോകുന്ന കാര്യം പഠിപ്പിച്ചില്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ. പക്ഷെ ഇവിടെ ഒരു പ്രശ്നമുണ്ട്, ശ്രദ്ധിച്ചേക്കുക. നമ്മൾ 15 ലക്ഷം രൂപ ബുക്ക് വാല്യൂ ഉള്ള സംഭവം, അതിന്റെ ഫെയർ വാല്യൂ എത്രയുണ്ട്? 27 lakhs ഉണ്ട്. പക്ഷേ നമ്മൾ കൊടുത്ത എത്രയാണ്? 30 lakhs rupees കൊടുത്ത്. ഒരു പ്രശ്നമുണ്ട്, ശ്രദ്ധിച്ചേക്കുക. അതായത് ഇതിന്റെ ഫെയർ വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോർമൽ ടേംസിൽ, ഫെയർ വാല്യൂ മീനിങ് എന്താണ്? പ്രൈസ് എഗ്രീഡ് ബിറ്റ്വീൻ ടു നോളജബിൾ ആൻഡ് വില്ലിംഗ് പാർട്ടീസ് ഇൻ ആൻ ആംസ് ലെങ്ത് ട്രാൻസാക്ഷൻ അല്ലേ?
പ്രൈസ് എഗ്രീഡ് ബിറ്റ്വീൻ ടു നോളജബിൾ ആൻഡ് വില്ലിംഗ് പാർട്ടീസ് ഇൻ ആൻ ആംസ് ലെങ്ത് ട്രാൻസാക്ഷൻ. അല്ലെ ഒരു ആംസ് ലെങ്ത് ട്രാൻസാക്ഷനിൽ കൊടുക്കേണ്ട, അതായത് നോർമൽ രീതിയിൽ കൊടുക്കേണ്ട എമൗണ്ട് ആണെങ്കിൽ 27 ലക്ഷം രൂപ കൊടുത്താൽ പോരെ. പക്ഷെ നമ്മൾ എത്ര കൊടുത്തു? 1 ലക്ഷം രൂപ കൊടുത്തു. അപ്പോൾ എന്താണ് അല്ലോ, ഇവിടെ എന്തോ ഒരു ട്വിസ്റ്റ് നടന്നിട്ടില്ലേ, ഇവിടെ എന്തോ ഒരു പ്രശ്നം നടന്നിട്ടില്ലേ, അല്ലെങ്കിൽ ഇവിടെ എന്തോ ഒരു അഡ്ജസ്റ്റ്മെന്റ് നടന്നിട്ടില്ലേ? ഇത് ആര് നോട്ടിഫൈ ചെയ്തു? നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ട് നോട്ടിഫൈ ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ഇതിന്റെ ഫോർമുലേറ്റ് ചെയ്ത ആൾക്കാർ നോട്ടിഫൈ ചെയ്തിട്ടുണ്ട്. ഇവിടെ എന്താണ് എക്സ്ട്രാ ഒരു 3 lakh rupees ഉണ്ട് അല്ലെ, 27. അതായത് ഒരു കാര്യം ശ്രദ്ധിക്കുക, ഇവിടെ ലീസ് ബാക്ക് ഇല്ലെങ്കിലും കുഴപ്പമില്ല, ഇയാൾ ലീസ് ബാക്ക് കൂടെ ചെയ്യുന്നുണ്ട്. ലീസ് ബാക്ക് ഇല്ലെങ്കിൽ എന്താണ് ഇവിടെ കൊണ്ട് എന്താണ് അസറ്റ് കൂടി 30 lakhs, അസറ്റ് കുറഞ്ഞ് 15 lakhs, പ്രോഫിറ്റ് കൂടി 15 lakhs കഴിഞ്ഞു. പക്ഷേ ഇവിടെ എന്താണ് ലീസ് ബാക്ക് കൂടെ നടത്തുന്നുണ്ട്. അതിൻ്റെ അർത്ഥം എന്താണ്? നോർമൽ കേസിൽ നമുക്ക് എന്താണ് ഒരു 27 ലക്ഷം രൂപയ്ക്ക് വരെ ഇത് വിറ്റാലും കുഴപ്പമില്ല. കാരണം നോർമലി വിൽക്കുവാണെങ്കിൽ എന്ത് ചെയ്യും, നമുക്ക് 27 ലക്ഷം രൂപയ്ക്ക് എന്ത് ചെയ്യാം, വിൽക്കാൻ പറ്റും. പക്ഷെ നമ്മൾ എത്രയ്ക്ക് വിറ്റു? 30 ലക്ഷം രൂപയ്ക്ക് വിറ്റു. എത്ര എക്സ്ട്രാ കിട്ടി? 3 ലക്ഷം രൂപ എക്സ്ട്രാ കിട്ടി. അങ്ങനെയെങ്കിൽ ഈ 3 ലക്ഷം എന്തായിരിക്കും? നമ്മൾ ഇയാളുടെ നിന്ന് ലോൺ എടുത്ത പോലെ അല്ലേ? ഞാനും നിങ്ങളൊന്ന് വിചാരിക്കുക, എൻ്റെ എന്താണ് 15 ലക്ഷം രൂപയുടെ അസറ്റ് ഉണ്ട്. അസറ്റ് 15 ലക്ഷം രൂപയുടെ അസറ്റാണ്, അല്ലെങ്കിൽ ഈ അസറ്റ് ഈ അസറ്റ് 15 ലക്ഷം രൂപയുടെ അസറ്റാണ്. എൻ്റെ ബുക്സിൽ ബുക്ക് വാല്യൂ ആണ്. ഇത് ഞാൻ പുറത്ത് കൊടുത്തു കഴിഞ്ഞാൽ നോർമലി 27 ലക്ഷം രൂപ കിട്ടും. പക്ഷേ എനിക്ക് 30 ലക്ഷം രൂപയുടെ ആവശ്യമുണ്ട്. എനിക്ക് എത്ര രൂപയുടെ ആവശ്യമുണ്ട്? 30 ലക്ഷം രൂപയുടെ ആവശ്യമുണ്ട്. ഞാനിത് നിങ്ങൾക്ക് വിൽക്കുന്നു. ഏത് പ്രകാരം? IND-AS 115 പറഞ്ഞേക്കുന്ന കൺട്രോൾ, പെർഫോമൻസ് ഒബ്ലിഗേഷൻ, റൈറ്റ്സ്, ട്രാൻസ്ഫർ ചെയ്തിട്ട് എന്ത് ചെയ്യുന്നു, നിങ്ങൾക്ക് വിൽക്കുന്നു. നിങ്ങൾക്ക് വിൽക്കുന്ന സമയത്ത് ഇത് സെയിലായിട്ട് അക്കൗണ്ട് ചെയ്യേണ്ടതാണ്. പക്ഷേ ഇത് വിൽക്കുകയാണെങ്കിൽ എത്ര വരെ കിട്ടിയ എനിക്ക് കുഴപ്പമില്ല. 27 ലക്ഷം രൂപ കിട്ടിയാൽ ആർക്ക് കുഴപ്പമില്ല? പക്ഷേ എത്ര കിട്ടി? 30 ലക്ഷം രൂപ കിട്ടി. എത്ര എക്സ്ട്രാ കിട്ടി? 3 ലക്ഷം എക്സ്ട്രാ കിട്ടി. അങ്ങനെയെങ്കിൽ ആ എക്സ്ട്രാ 3 ലക്ഷം നമ്മൾ എന്തായിട്ട് ട്രീറ്റ് ചെയ്യണം? ഫിനാൻസിങ് ആയിട്ട് ട്രീറ്റ് ചെയ്യുന്നതല്ല നല്ലത്. കടം മേടിച്ച പോലെ അല്ലേ, ഞാൻ നിങ്ങളുടെ കടം മേടിച്ച പോലെ അല്ലേ. കാരണം എനിക്ക് 27 ലക്ഷം രൂപയ്ക്ക് മതിയെങ്കിൽ ഇത് വേറെ എവിടെ കൊടുത്താലും, കാരണം ഒരു ആംസ് ലെങ്ത് ട്രാൻസാക്ഷൻ വേറെ എവിടെ കൊടുത്താലും എനിക്ക് 27 ലക്ഷം രൂപ കിട്ടത്തുള്ളൂ. പക്ഷേ നിങ്ങളുടെ എനിക്ക് എത്ര കിട്ടി? 30 ലക്ഷം രൂപ കിട്ടി. ആ 30 ലക്ഷം രൂപ എന്താണ്, നമ്മൾ തമ്മിൽ രണ്ടാമതൊരു അറേഞ്ച്മെൻറ്റൂടെ വരുന്നുണ്ട്. നിങ്ങൾ മണ്ടന്മാരാണോ? കാരണം എന്താ, 27 ലക്ഷം രൂപ മാർക്കറ്റ് പ്രൈസ് ഉള്ളൂ, ഫെയർ വാല്യൂ ഉള്ളൂ. നിങ്ങൾ എത്ര എൻ്റെ മേടിക്കുന്നത്? 30 ലക്ഷം രൂപയ്ക്ക്. 30 ലക്ഷം നിങ്ങൾ എനിക്ക് ക്യാഷ് ആയിട്ട് തരണ്ടേ? അപ്പോൾ നിങ്ങൾ മണ്ടന്മാരാണോ? ഒരിക്കലും അല്ല. നിങ്ങൾ എന്ത് വിചാരിക്കുന്നുണ്ട്? ആ 30 ലക്ഷത്തിനകത്ത് എക്സ്ട്രാ കൊടുക്കുന്ന 3 ലക്ഷം രൂപ നിങ്ങൾ എന്ത് ചെയ്യും? എൻ്റെ കയ്യിൽ നിന്ന് ലീസ് പേയ്മെന്റ് വഴി റിക്കവർ ചെയ്യും. അങ്ങനെ നിങ്ങൾ ചിന്തിക്കത്തില്ലേ? അങ്ങനെ ചിന്തിക്കുന്നതുകൊണ്ടല്ലേ നമ്മൾ തമ്മിൽ ഇങ്ങനെ ഒരു അറേഞ്ച്മെന്റ് എത്തിയിട്ടുണ്ടാവുക. ഇനി അങ്ങനെ ചിന്തിച്ചിട്ടില്ലെങ്കിലും ഇൻസ്റ്റിറ്റ്യൂട്ട് പറയുന്നത് എന്താണ്, ഇങ്ങനെ ഒരു അറേഞ്ച്മെന്റോട് നിങ്ങൾ പോവുകയാണെങ്കിൽ നിങ്ങളുടെ ഇന്റൻഷൻ ഇത് തന്നെയാണ്. അല്ലാതെ നിങ്ങൾ മണ്ടന്മാരല്ല. ഒരിക്കലും ഒരു ബിസിനസ്സുകാരൻ എന്താണ് ഫെയർ വാല്യൂവിനേക്കാളും കൂട്ടി എന്ത് ചെയ്യേണ്ട, ആ അസറ്റ് മേടിക്കേണ്ട ആവശ്യമില്ല. അപ്പം നിങ്ങൾ തമ്മിൽ ഇങ്ങനെ ഒരു അറേഞ്ച്മെന്റ് ഉണ്ടെങ്കിൽ എന്താണ്, ആ എക്സ്ട്രാ കൊടുക്കുന്ന 3 ലക്ഷം എന്താണ് ഉറപ്പായിട്ടും ഫിനാൻസ് കൊടുത്തേക്കുന്നതാണ്. അതെന്ത് ചെയ്യും, നമ്മുടെ പിന്നീടുള്ള ലീസ് പേയ്മെന്റിനകത്ത് എന്ത് ചെയ്യും, അത് റിഫ്ലക്ട് ആകുകയും ചെയ്യും എന്ന് ആര് കൃത്യമായിട്ട് പറയുന്നുണ്ട്? അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് ഫോർമുലേറ്റ് ചെയ്ത ആൾക്കാർ കൃത്യമായിട്ട് പറയുന്നുണ്ട്. അങ്ങനെയെങ്കിൽ നമ്മൾ ആദ്യമേ കണ്ടുപിടിക്കാൻ പോകുന്നത് ശ്രദ്ധിച്ചേക്കുക. എത്രയാണ് ഇവിടെ ലോൺ ഉള്ളത്, അല്ലെങ്കിൽ എത്രയാണ് ഇവിടെ ലോൺ എമൗണ്ട് കൊടുത്തേക്കുന്നതാണ് കണ്ടുപിടിക്കാൻ പോകുന്നത്. ശ്രദ്ധിച്ചേക്കുക. സെയിൽസ് പ്രൈസ് എത്രയാണ്, അല്ലെങ്കിൽ എത്രയാണ്? 30 lakhs. എസ് ഫെയർ വാല്യൂ എത്രയാണ്? 27 ലക്ഷം രൂപ. അങ്ങനെയെങ്കിൽ ഈ 3 lakhs അല്ലേ അഡീഷണൽ ഫിനാൻസ് പ്രൊവൈഡഡ് ബൈ ആരാർക്ക്? നിങ്ങൾ എനിക്കല്ലേ? നിങ്ങളാരാ? ബയ്യർ അല്ലേ? ബയ്യർ മാത്രമാണോ? ലെസ്സറും കൂടെ അല്ലേ? ഞാൻ എന്താണ്? സെല്ലർ ലെസ്സി അല്ലേ? സോ അഡീഷണൽ ഫിനാൻസ് പ്രൊവൈഡഡ് ബൈ ബയ്യർ ലെസ്സർ ടു സെല്ലർ ലെസ്സി അല്ലേ ഈ 3 lakhs എന്ന് പറയുന്നത്? അപ്പം ഇതിൻ്റെ ജേർണൽ എൻട്രി എഴുതുകയാണല്ലോ നമ്മുടെ ഉദ്ദേശം. ശ്രദ്ധിച്ചേക്കാം. അപ്പോൾ ഇതിനകത്ത് ഒരു കാരണവശാലും തർക്കം വരാൻ പാടില്ലാത്ത ഐറ്റം ഏതാ? അസറ്റ് കൂടി എന്നുള്ളതാണ്. കൂടെ നഷ്ടം ഏതാണ്? ബാങ്ക് അക്കൗണ്ട് ഡെറ്റഡ് എത്രയാണ്? 30 lakhs. കാരണം എന്താണ്, നമുക്ക് 30 ലക്ഷം രൂപ ക്യാഷ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അടുത്ത എന്താണ്? അസറ്റ് കുറയുന്ന അസറ്റ് ഏതാണ്? ടു ബിൽഡിംഗ് എത്രയാണ്?
15 ലാക്സ് ആണ്, കാരണം ബുക്ക് വാല്യൂ 15 ലാക്സ് ആണ്. പക്ഷേ എന്താണ് ടു ഗെയിൻ ഓർ ലോസ് എന്ന് പറഞ്ഞ് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, 15 ലാക്സ് എഴുതാൻ പറ്റത്തില്ല. കാരണം നമ്മൾ ഇപ്പോൾ തന്നെ കണ്ടുപിടിച്ചൊരു കാര്യം എന്താണ്, ദ അഡീഷണൽ ഫിനാൻസ് എത്രയുണ്ട്, 3 ലാക്സ് ഉണ്ടെന്ന് കണ്ടുപിടിച്ചില്ലേ. അപ്പം ഇതിനകത്ത് ശരിക്കും എന്താണ് 30 ലക്ഷം രൂപയ്ക്കകത്ത് 30 ലക്ഷം രൂപയ്ക്കകത്ത് 30 ലക്ഷം രൂപയ്ക്കകത്ത് ഒരു 3 ലക്ഷം രൂപ എന്താണ് നമുക്ക് ഫിനാൻസ് ആയിട്ട് കിട്ടിയേക്കുന്നല്ലേ, ലോണായിട്ട് കിട്ടിയേക്കുന്നല്ലേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ടു ഫിനാൻഷ്യൽ ലൈബിലിറ്റി എത്രയാണ് 3 ലാക്സ് എന്ന് പറയുന്നത്, അതിനെന്താണ് ലൈബിലിറ്റി കൂടി എന്നല്ലേ. അപ്പോൾ ഒരു ചോദ്യം വരാം, അപ്പം 15 + 3 എത്രയാണ്, 18 - 30 എത്രയാണ്, 12 ലാക്സ്. അങ്ങനെയെങ്കിൽ ഈ 12 ലാക്സ് നമുക്ക് ടു ഗെയിൻ ഓർ ലോസ് അല്ലെങ്കിൽ പി ആൻഡ് എല്ലിനകത്ത് പ്രോഫിറ്റ് ഓർ ലോസ് എന്ന് കാണിച്ചാൽ പോലെ എന്നൊരു ചോദ്യം വരാം. പറ്റില്ല, അവിടെയാണ് അടുത്തൊരു പ്രശ്നം വരുന്നത്. നമ്മൾ പഠിക്കാൻ പോവാണ്. ഇത്ര മനസ്സിലാവും, ഇത്രയും പറയുന്നത് സെയിലുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഇത്രയും കാര്യങ്ങൾ മനസ്സിലാവും. ഇവിടെ ആകെപ്പാടെ ഞാനിപ്പം പറയാത്ത എന്താണ്, ഗെയിൻ ഓർ ലോസിൻ്റെ കാര്യമാണ്. അത് നമ്മൾ പറയാം, അത് മുന്നോട്ട് പോകുമ്പോൾ ഡിസ്കസ് ചെയ്യാൻ പോവുകയാണ്. ഇത്ര മനസ്സിലാവും. 30 ലക്ഷം രൂപ. ഇതിപ്പോൾ നമ്മൾ ഏതിൻ്റെ എൻട്രി എഴുതിയത്, സെയിലിൻ്റെ എൻട്രിയാണ് പച്ചയിൽ എഴുതിയിരിക്കുന്നത്. സെയിലിൻ്റെ സമയത്ത് എൻട്രിയാണ് പച്ചയിൽ എഴുതിയിരിക്കുന്നത്. സെയിലിൻ്റെ സമയത്ത് എന്താണ് 30 ലക്ഷം രൂപ നമുക്ക് ബാങ്കിൽ കിട്ടും. 15 ലക്ഷം രൂപയുടെ ബിൽഡിംഗ് പോയി. 3 ലക്ഷം എന്താണ് നമ്മൾ ലോണായിട്ടാണ് ട്രീറ്റ് ചെയ്തത്, കാരണം എന്താണ് ഫിനാൻഷ്യൽ ലൈബിലിറ്റി ആണ്. ബാക്കി 12 ലക്ഷം രൂപ നമുക്ക് ഗെയിൻ ആയിട്ടാണ് ട്രീറ്റ് ചെയ്യേണ്ടത്. പക്ഷേ ട്രീറ്റ് ചെയ്യാൻ പറ്റൂല എന്നുള്ള അടുത്ത ചോദ്യമാണ്, അങ്ങോട്ട് വരാൻ പോവാണ്. എന്താ പറയട്ടെ, ഇത് ബുക്കിലാ, ഇത് ബുക്കിൽ എൻട്രിയാ. ബയ്യർ അല്ലല്ലോ, വിറ്റാൾ ബുക്കിലല്ലേ, സെല്ലർ ലെസ്സിയുടെ ബുക്കിലെ എൻട്രി ആണിത് എഴുതിയേക്കുന്നത്. ഇത് എഴുതുന്ന സമയത്ത് ഒരു കാര്യം മനസ്സിലാക്കണം, സെയിൽ ആസ് പെർ ഇൻഡേസ് 115 ആണ്. അതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ കാര്യങ്ങളെല്ലാം പറഞ്ഞു പോകുന്നത്. ആണോ, അപ്പം ഇവിടെ രണ്ടാമതൊരു കാര്യം നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്, നമ്മൾ സെയിൽസ് പ്രൈസ് റിവൈസ് ചെയ്തു. എങ്ങനെ, സെയിൽസ് പ്രൈസ് എത്ര ഉണ്ടായിരുന്നു, 30 ലാക്സ് ഉണ്ടായിരുന്നു. ലെസ് ഇതിനകത്ത് ലോൺ എമൗണ്ട് എത്രയുണ്ട്, 3 ലാക്സ് ഉണ്ട്. അങ്ങനെയെങ്കിൽ ശരിക്കും അഡ്ജസ്റ്റഡ് സെല്ലിംഗ് പ്രൈസ് എത്രയേ ഉള്ളൂ, 27 ലക്ഷം രൂപയല്ലേ ഉള്ളൂ. 27 ലക്ഷം രൂപയ്ക്ക് നമ്മൾ വിറ്റേക്കുന്നത്. എത്ര രൂപയ്ക്കല്ല വിറ്റേക്കുന്നത്, 30 ലക്ഷം രൂപയ്ക്കല്ല വിറ്റേക്കുന്നത്. കാരണം 30 ലക്ഷം രൂപയ്ക്ക് 3 ലക്ഷം രൂപ എന്താണ് നമ്മൾ ട്രീറ്റ് ചെയ്തു, ഇവിടെയാണ് എന്ത് ചെയ്തേക്കുന്നത്, ലോണായിട്ട് ട്രീറ്റ് ചെയ്തേക്കുന്നത്. അങ്ങനെയെങ്കിൽ എന്താണ് ബാക്കി 27 ലക്ഷം രൂപ മാത്രമല്ലേ ഉള്ളൂ. ആക്ച്വലി സബ്സ്റ്റൻഷ്യൽ സെയിൽസ് പ്രൈസ് എന്ന് പറയാൻ പറ്റുന്നത് 30 ലാക്സ് അല്ലല്ലോ. ഈ ഒരു കാര്യം തലയിലുണ്ടോ, ആക്കാലോ. അടുത്തയാണ് നമ്മൾ ചെയ്യാൻ ഇമ്പോർട്ടൻ്റ് കാര്യം. അടുത്ത എന്ത് ചെയ്യണം, അസെറ്റ് ചെയ്യേണ്ടേ. കാരണം എന്താണ്, ഇയാൾ ലെസ്സി അല്ലേ, ലെസ്സി ആണെങ്കിൽ ഇവിടെ ROU അസെറ്റ് ക്രിയേറ്റ് ചെയ്യേണ്ടേ, ROU അസെറ്റ് അക്കൗണ്ട് ഡെറ്റഡ് ക്രിയേറ്റ് ചെയ്യേണ്ടേ. ROU അസെറ്റ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യേണ്ടേ. ROU അസെറ്റ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് എമൗണ്ട് എത്രയാണ് ചെയ്യേണ്ടത് അത് പറഞ്ഞു തരേണ്ടത്. ഒരു ലോജിക്ക് വെച്ച് ആലോചിച്ച് നോക്കിയേ, ROU അസെറ്റ് ഏത് എമൗണ്ട് ആണ് ചെയ്യേണ്ടത്. ഇത് മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ അടുത്തൊരു കാര്യം ചെയ്യാൻ പോവാണ്. നമ്മൾ മൊത്തം എത്ര പേയ്മെന്റ് കൊടുക്കുന്നുണ്ട്, പ്രസന്റ് വാല്യൂ ഓഫ് ടോട്ടൽ പേയ്മെന്റ്സ് ആണ് 2 ലാക്സ് ഇൻറ്റു വർഷം 20 വർഷം അല്ലേ, എത്ര പെർസെൻറ്റേജ്, 12% അല്ലേ. പിടിച്ചേ വാല്യൂ ഫാക്ടർ 12%, അതല്ല ആനുറ്റി ഫാക്ടർ എത്ര കിട്ടും, പിടിച്ചേ എത്ര കിട്ടും,
ഡിവൈഡ് ബൈ 1 അല്ലേ 12 7 അല്ലേ 7.4 ലാക്സ് ഇൻ നാലക്കം വരെ എടുത്തു ലാക്സ് ഇൻ ലാക്ക് 14,93,880 ചെയ്യണം. ഈ 14,93,880 ഉണ്ടല്ലോ 14,93,880 നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് എന്തൊക്കെ കാണും? ഇതിൽ എന്തൊക്കെ കാണും? ഇത് നമ്മൾ അസറ്റിന് ലീസിന് എടുത്തതിൻ്റെ ലീസ് പേയ്മെൻറ്റ് കാണും. അത് മാത്രമാണോ? ലോണിൻ്റെ റീപേയ്മെൻറ്റും കാണുമല്ലോ അല്ലേ? ഇത് രണ്ടും കൂടെ ചേരുന്നതല്ലേ ഈ 14,93,880 എന്ന് പറയുന്നത്. നമ്മൾ മൊത്തം കൊടുക്കുന്നുണ്ട് 2 ലക്ഷം കൊടുക്കുന്നുണ്ട്. എത്ര വർഷം കൊടുക്കുന്നുണ്ട്? 20 വർഷം കൊടുക്കുന്നുണ്ട്. അതായത് 2 ലക്ഷം ഇൻറ്റു 20 എന്ന് പറഞ്ഞാൽ എത്രയാണ്? ഒരു 40 ലക്ഷം രൂപ കൊടുക്കുന്നുണ്ട്. പക്ഷേ ഈ 40 ലക്ഷത്തിൻ്റെ പ്രസൻറ്റ് വാല്യൂ എത്രയേ ഉള്ളൂ? 14,880 അല്ലേ ഉള്ളൂ അല്ലേ? ഇന്ന് നമ്മൾ 14,880 തുല്യമല്ലേ 40 ലക്ഷം നമ്മൾ 20 വർഷം കൊണ്ട് കൊടുക്കുന്നത്? ക്ലിയർ ആണോ? ബാക്കി എന്തായിരിക്കും? ഇൻട്രസ്റ്റ് പേയ്മെന്റ് ആയിരിക്കും നമ്മൾ കൊടുക്കുന്നത്. ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം ലെസ് ഇതിനകത്ത് ലോൺ എമൗണ്ട് എത്രയുണ്ട് ശ്രദ്ധിക്കുക. സോ ലോൺ എമൗണ്ട് എത്രയാണ്? ലെസ് ലോൺ എമൗണ്ട് എത്രയാണ്? 3 lakhs. കാരണം എന്താണ്? അത് ഇന്നത്തെ വാല്യൂവിനാണ് അല്ലേ? ഓൾറെഡി പ്രസന്റ് വാല്യൂ തന്നെ നടക്കുന്നത്. പിന്നെ മാറ്റേണ്ട ആവശ്യമൊന്നും വരുന്നില്ലല്ലോ. അപ്പോൾ 14,93,880 മൈനസ് 3 lakhs എത്രയാണ്? 11,93,880 അല്ലേ? ഈ 11,93,880 അല്ലേ attributable to lease payments എന്ന് പറയാൻ പറ്റുന്നത്? അതായത് ഈ ലീസ് പേയ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്തിനു വേണ്ടി കൊടുക്കുന്നതാണ്? റൈറ്റ് ഓഫ് യൂസിന് വേണ്ടി കൊടുക്കുന്നതാണ് അല്ലേ? അങ്ങനെ ഈ റൈറ്റ് ഓഫ് യൂസിന് വേണ്ടി കൊടുക്കുന്നതാണ്. നോർമലി നമ്മൾ എന്താ ചെയ്യുന്നത്? 14,93,880 ആണ് എന്ത് റൈറ്റ് ഓഫ് യൂസിന് വേണ്ടി കൊടുക്കുന്നത് കണക്കാക്കുന്നത്. പക്ഷെ അതിനകത്ത് എന്തുകൊണ്ട്? ഈ 14,93,880 എന്തുണ്ട്? അസറ്റിന്റെ ലീസിന്റെ പേയ്മെന്റും ഉണ്ട്, ലോണിന്റെ റീപേയ്മെന്റും ഉണ്ട്. അപ്പോൾ ലോണിന്റെ റീപേയ്മെന്റ് പ്രസന്റ് വാല്യൂ എത്രയാണ്? 3 lakhs ആണ്. അങ്ങനെയിൽ ബാക്കി എത്രയാണ്? 11,93,880 ആണ്. അങ്ങനെയിൽ 11,93,880 അല്ലേ നമ്മൾ ROU അസറ്റ് ആയിട്ട് ട്രീറ്റ് ചെയ്യേണ്ടത്? കാരണം ഇത്രയും ബെനിഫിറ്റ് നമുക്ക് കിട്ടുന്നുണ്ടെന്നല്ലേ അർത്ഥം? ഇവിടെയാണ് അടുത്തൊരു ട്വിസ്റ്റ് ഉള്ളത്. മനസ്സിലായോ? നോക്കി മനസ്സിലാക്കണം. ആദ്യം നമ്മൾ സെയിലിൻ്റെ എൻട്രി എഴുതി. ഇപ്പോൾ നമ്മൾ എഴുതുന്നത് എന്താണ്? ലീസ് ബാക്കിൻ്റെ എൻട്രിയാണ്. ലീസ് ബാക്കിൻ്റെ എൻട്രി എഴുതുമ്പോൾ എന്താണ്? നമ്മൾ ലെസ്സിയുടെ ബുക്കിലാണ് എഴുതേണ്ടത്. ലെസ്സിയുടെ ബുക്കിൽ എന്താണ്? ROU അസറ്റ് റെക്കോർഡ് ചെയ്യണം. ROU അസറ്റ് റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് എന്താണ്? അയാൾക്ക് കിട്ടുന്ന ബെനിഫിറ്റിൻ്റെ വാല്യൂ ആണ് എഴുതേണ്ടത്. ബെനിഫിറ്റിൻ്റെ വാല്യൂ എന്താണ്? ഇയാൾ എത്ര പേയ്മെന്റ് കൊടുക്കുന്നു നോക്കുന്നു. 2 ലക്ഷം രൂപ. എത്ര വർഷം കൊടുക്കുന്നു? 20 വർഷം. IRR 12%. അങ്ങനെയെങ്കിൽ 40 ലക്ഷം രൂപ കൊടുക്കുന്നുണ്ട്. പക്ഷേ എൻ്റെ പ്രസന്റ് വാല്യൂ എത്രയേ ഉള്ളൂ? 14,93,880 ആണ്. ഈ 14,93,880 എന്തൊക്കെയുണ്ട്? റീപേയ്മെന്റ് ഓഫ് ലോണും ഉണ്ട്, റൈറ്റ് ഓഫ് യൂസിന്റെ എമൗണ്ടും ഉണ്ട്. റീപേയ്മെന്റ് ഓഫ് ലോൺ എത്രയാണ്? 3 lakhs ആണ്. അപ്പം 14,93,880 മൈനസ് 3 lakhs എത്രയാണ്? 11,93,880 വരത്തില്ലേ? ആണോ? 11,93,880 വരത്തില്ലേ? ണ്ടോ? അപ്പോൾ 11,93,880 നമുക്ക് ROU അസറ്റ് ആയിട്ട് ട്രീറ്റ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ 11,93,880 നമുക്ക് ROU അസറ്റ് ആയിട്ട് ട്രീറ്റ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ നമുക്ക് വേറെ പ്രശ്നമൊന്നും വരാൻ പാടില്ലാത്തതാണ്. പക്ഷേ ഇവിടെ ഒരു പ്രശ്നമുണ്ട്. മനസ്സിലായോ? ശരിയാണോ?
ഇനി പറയാൻ പോകുന്നത് ശ്രദ്ധിച്ചേക്കുക. ഇനിയും പറയാൻ പോകുന്നത് ശ്രദ്ധിച്ചേക്കുക. നമുക്കറിയാം 11,90,80 ആണെന്ത് എമൗണ്ട്. ഇതേ തൊട്ട് തലേ ദിവസം, അതായത് നമ്മൾ ഇന്നാണ് ലീസ് ബാക്ക് നടത്തിയെങ്കിൽ, ഇന്നാണ് സെയിൽ ആൻഡ് ലീസ് ബാക്ക് നടത്തിയെങ്കിൽ ഇതിൻ്റെ പ്രീവിയസ് ഡേ ഉണ്ടല്ലോ, അന്ന് നമ്മുടെ ബുക്സിൽ ഈ ബിൽഡിംഗ് കിടപ്പുണ്ടല്ലോ. ബിൽഡിംഗ് കിടക്കുന്ന എത്രയാണ്? 15 ലക്ഷം രൂപയ്ക്കാണ് അല്ലേ? അപ്പോൾ കഴിഞ്ഞ ദിവസം നമുക്ക് ഏതൊക്കെ രീതിയിൽ ബിൽഡിംഗ് ഉപയോഗിക്കാവോ ആ രീതിയിലെല്ലാം നമുക്ക് ഈ ദിവസം ഉപയോഗിക്കാൻ പറ്റുന്നില്ലേ, തൊട്ടടുത്ത ദിവസം ഉപയോഗിക്കാൻ പറ്റുന്നില്ലേ? പക്ഷേ എന്താണ്, ലീസ് ബാക്കിലാണെന്ന് മാത്രമല്ലേ ഉള്ളൂ. സ്റ്റാൻഡേർഡ് പറയുന്നത് അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂട്ട് പറയുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഓൺഡ് അസറ്റ് ആണത് ഏറ്റവും സുപ്രീം. അതിൻ്റെ അപ്പുറത്തൊരു വാല്യുവേഷൻ ആരും തരാനില്ല. നമ്മൾ ഓൺ ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് നമ്മൾ ബുക്സിൽ കാണിച്ചെത്രയാണ്? 15 ലക്ഷം രൂപയ്ക്കാണ് കാണിച്ചുകൊണ്ടിരുന്നത്. അതിൽ നിന്ന് അപ്പുറത്തെ ബെനിഫിറ്റ് ഒന്നും റൈറ്റ് ഓഫ് യൂസ് വഴി കിട്ടാനില്ലല്ലോ. അപ്പോൾ ഇവിടെ എന്തൊരു ഒരു പ്രശ്നമുണ്ട് അല്ലേ? ആ പ്രശ്നം എങ്ങനെ നമ്മൾ ടാക്കിൾ ചെയ്യണം നോക്കുന്നത്. ക്ലിയർ ആവുന്നുണ്ടോ? ശ്രദ്ധിച്ചേക്കാം, ഇത് ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചേക്കണം. 27 ലക്ഷം രൂപ ഫെയർ വാല്യൂ ഉള്ള സമയത്ത് നമ്മുടെ ബുക്ക് വാല്യൂ എത്രയായിരുന്നു? 15 ലക്ഷം അല്ലായിരുന്നോ? 27 ലക്ഷം രൂപ ഫെയർ വാല്യൂ ഉള്ള സമയത്ത് നമ്മുടെ ബുക്സിൽ എത്ര കാണിച്ചുകൊണ്ടിരുന്നത്? 15 ലക്ഷം രൂപയ്ക്കല്ലേ അല്ലേ? ഇപ്പം ഈ അസറ്റിന്റെ വാല്യൂ എത്രയുണ്ട്? 11,93,880 അല്ലേ? അങ്ങനെയെങ്കിൽ ബുക്കിൽ എത്ര വാല്യൂ കാണിക്കണം എന്ന് നോക്കുന്നതല്ലേ നല്ലത്. കാരണം എന്താണ്, കഴിഞ്ഞ ദിവസം വരെ എന്താണ് നമ്മൾ ഈ അസറ്റ് ഓൺ ചെയ്തതാണ്. ഒരു പോയിന്റ് മനസ്സിലാവും. പറയാം, 27 ലക്ഷം രൂപ സ്റ്റാൻഡേർഡ് ചിന്തിച്ച് അല്ലെങ്കിൽ ഫോർമുലേറ്റ് ചെയ്ത ആൾക്കാർ ചിന്തിച്ച രീതി മനസ്സിലാക്കണം. 27 ലക്ഷം രൂപ ഫെയർ വാല്യൂ ഉള്ള സമയത്ത് നമ്മൾ നമ്മുടെ ബുക്സിൽ കാണിച്ചുകൊണ്ടിരുന്നത് 15 ലക്ഷം രൂപയ്ക്കാണ്. അങ്ങനെയെങ്കിൽ 11,93,880 കിട്ടാൻ സാധ്യതയുള്ള സമയത്ത് നമ്മുടെ ബുക്സ് എത്ര രൂപയ്ക്ക് കാണിക്കണം? കാരണം എന്താണ്, ഈ 11,93,880 എന്ന് പറയുന്നതാണ് 100% റൈറ്റ് ഒന്നുമല്ല. കാരണം നമ്മുടെ കയ്യിലല്ല 100% റൈറ്റ് ഉള്ളത്. അങ്ങനെയെങ്കിൽ എന്താണ് ലെസ്സറിന് അവിടെ പ്രസക്തി ഇല്ല അല്ലേ? ലെസ്സറുടെയിലും കുറച്ചുണ്ട്, ലെസ്സിയായ എന്റെയിലുണ്ട്. എന്റെയിലാണ് മെജോറിറ്റി റൈറ്റ് ഉള്ളത്, സബ്സ്റ്റാൻഷ്യൽ റൈറ്റ് ഉള്ളത്. ക്ലിയർ ആണോ? അങ്ങനെ എങ്ങനെ വരും? 15 lakhs into 11,93,880 ഡിവൈഡഡ് ബൈ 27 lakhs അല്ലേ? ഇതിന്റെ മീനിങ് എന്താ? ശ്രദ്ധിച്ചേക്കണം. 27 ലക്ഷം രൂപ ഫെയർ വാല്യൂ ഉള്ള സമയം 27 ലക്ഷം രൂപ ഫെയർ വാല്യൂ ഉള്ള സമയത്ത് നമ്മുടെ ബുക്സിൽ കാണിച്ചുകൊണ്ടിരുന്നത് എത്ര രൂപയ്ക്കാണ്? 15 lakhs ആണ് അല്ലേ? അങ്ങനെയെങ്കിൽ 11,93,880 ഉള്ള സമയത്ത് എത്ര രൂപ കാണിക്കണം നോക്കിക്കൂടെ? കണ്ടുപിടിച്ചേ. lakhs into 11,93,880 divided by 7 lakhs. 6,63,7 അല്ലേ? ROE അസറ്റിന്റെ വാല്യൂ കണ്ടുപിടിച്ച് മനസ്സിലാവും. പറയാം, ROSന്റെ വാല്യൂ എങ്ങനെ കണ്ടുപിടിക്കുന്നത്? നമ്മൾ എന്ത് ചെയ്തു? മൊത്തം 14 ലക്ഷം രൂപ കൊടുക്കുന്നുണ്ട്. എത്രയാണ്? 14,93,000 രൂപയാണെന്ത് നമ്മൾ കൊടുക്കുന്നത്. മൊത്തം നമ്മൾ 40 ലക്ഷം രൂപ കൊടുക്കുന്നുണ്ട്. ആ 40 ലക്ഷത്തിന്റെ പ്രസന്റ് വാല്യൂ എത്രയാണ്? 14,93,880 ആണ്. അതിൽ 3 ലക്ഷം എന്താണ്? ലോണിന്റെ റീപേയ്മെന്റ് ആണ് അല്ലേ? അങ്ങനെയെങ്കിൽ ബാക്കി 11,93,880 എന്നാണ് ഡെഡിക്കേറ്റഡ് ലീസ് പേയ്മെന്റ് ആണ്. പക്ഷേ 11,93,880 കാണിക്കാൻ പറ്റത്തില്ല. കാരണം ഇത് നോർമൽ കേസ് അല്ല, സെയിൽ ആൻഡ് ലീസ് ബാക്ക് ആണ്. 27 ലക്ഷം രൂപ ഫെയർ വാല്യൂ ഉള്ള സമയത്ത് നമ്മൾ ബുക്സിൽ കാണിച്ചുകൊണ്ട് എത്രയൊക്കെയാണ്? 15 ലക്ഷം രൂപയ്ക്കാണ്. അങ്ങനെയെങ്കിൽ 11,93,880 ഉള്ള സമയത്ത് എത്ര രൂപയ്ക്ക് കാണിക്കണം? 6,63,267. ഇതാണെന്ത് നമ്മൾ കാണിക്കേണ്ട വാല്യൂ. ആണ് സ്റ്റാൻഡേർഡ് പറയുന്നത്. അടുത്തൊരു കാര്യം മനസ്സിലാക്കണമെന്ന് പറഞ്ഞാൽ ഇവിടെ
അതേ സമയത്ത് ഫിനാൻഷ്യൽ ലയബിലിറ്റി വരത്തില്ലേ? എന്താണ് ഫിനാൻഷ്യൽ ലയബിലിറ്റി? ലീസ് ലയബിലിറ്റി. $11,90,000 ആണോ? അല്ലേ? 11,00,000 ഇത് രണ്ടും കൂടെ ചേരുന്നതല്ലേ 15,80,000 വന്നു. അതായത് ഇതിന്റെ മീനിങ് എന്താ? മൊത്തം നമ്മൾ 14,850,000 കൊടുക്കാനുണ്ട്. അതിൽ 3 ലക്ഷം രൂപ എന്താണ്? ഫിനാൻഷ്യൽ ലയബിലിറ്റി ആണ്, ലോൺ എടുത്ത് തിരിച്ചു കൊടുക്കുകയാണ്. ബാക്കി 11,93,880 എന്താണ്? ലീസ് ലയബിലിറ്റി ആണ്. അങ്ങനെയെങ്കിൽ ബാക്കി വരുന്ന എമൗണ്ട് ഇൻകം കൂടി നല്ലേ കൂടുന്നതിന് ഏതാണ്? ഗെയിൻ ഓർ ലോസ് അല്ലേ? ഗെയിൻ ഓൺ ട്രാൻസ്ഫർ അല്ലേ? എത്രയാണ്? ബാലൻസ് ഫിഗറായിട്ട് കിട്ടത്തില്ലേ? എത്രയാണ്? 30 lakhs plus 63 lakhs 90,87 കിട്ടത്തില്ലേ? 6,69,87 കിട്ടത്തില്ലേ? അതായത് നമ്മുടെ ശരിക്കുള്ള ഗെയിൻ എത്രയായിരുന്നു നിങ്ങളുടെ കണക്കൂട്ട് പ്രകാരം വരേണ്ടത്? 12 lakhs അല്ലേ? 12 lakhs അല്ല വരേണ്ടത്, ഈ എമൗണ്ട് ആണ് വരേണ്ടത്. ഈ എമൗണ്ട് പ്രത്യേകം എന്താ പറയുക? ഇതെന്താണ്? റീറ്റെയിൻ ചെയ്ത ട്രാൻസ്ഫർ ചെയ്ത റൈറ്റിന്റെ ഗെയിൻ മാത്രമാണ്. 12 lakhs എന്ന് പറയുന്നത് അറിയോ? മൊത്തം ഗെയിൻ ആണ്. അതൊന്നുകൂടെ നോക്കാം. മനസ്സിലായി നോക്കി. പറഞ്ഞ് ശ്രദ്ധിച്ചേക്കണേ. ശരിക്കും നമ്മുടെ കണക്കൂട്ട് പ്രകാരം ഗെയിൻ ഓൺ സെയിൽ എത്രയായിരുന്നു? മൊത്തം 27 ലക്ഷം രൂപയല്ലേ നമ്മൾ വിറ്റേക്കുന്നത്. അതിൽ 15 ലക്ഷം രൂപയല്ലേ കോസ്റ്റ്. അങ്ങനെ മൊത്തം 12 ലക്ഷം രൂപയല്ലേ നമുക്ക് കിട്ടിയേക്കുന്നത്. എന്തുകൊണ്ട് 27 ലക്ഷം എടുത്ത്? എന്തുകൊണ്ടാണ് 30 ലക്ഷം എടുക്കാത്തത്? 30 ലക്ഷം അല്ല ആക്ച്വൽ സെയിൽസ് വാല്യൂ അല്ലേ? എന്നിട്ട് 3 ലക്ഷം എന്നാണ് ലോൺ എടുത്തേക്കുന്നതാണ്. ആക്ച്വൽ സെയിൽസ് വാല്യൂ എത്രയാണ്? 27 ലക്ഷം രൂപയാണ്. നമ്മുടെ ബുക്ക് വാല്യൂ എത്രയായിരുന്നു? 15 ലക്ഷം രൂപയാണ്. അതിൽ 12 ലക്ഷമാണ് എന്ത്? നമ്മുടെ സെയിലിൻ്റെ ഗെയിൻ എന്ന് പറയുന്നത്. പക്ഷേ ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ കുറച്ച് റൈറ്റ്സ് റീറ്റെയിൻ ചെയ്തിട്ടുണ്ട്, നമ്മൾ കുറച്ച് റൈറ്റ്സ് ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട്. ക്ലിയർ ആണോ? ാലോ റൈറ്റ്സ് റീറ്റെയിൻ ചെയ്തിട്ടുണ്ട്, റൈറ്റ്സ് ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട്. റൈറ്റ് റീറ്റെയിൻ ചെയ്തതിൻ്റെ ഗെയിൻ എത്രയാണ്? റൈറ്റ്സ് ട്രാൻസ്ഫർ ചെയ്തതിൻ്റെ ഗെയിൻ എത്രയാണ്? കാരണം എന്താണ്? നമ്മൾ സെയിൽ നടത്തുമ്പോൾ എന്താണ്? കുറച്ച് റൈറ്റ്സ് ട്രാൻസ്ഫർ ചെയ്യണം. ലീസ് ബാക്ക് ചെയ്യുമ്പോൾ എന്താണ്? കുറച്ച് റൈറ്റ്സ് തിരിച്ചിങ്ങോട്ട് കിട്ടുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? കുറച്ച് റൈറ്റ് നമ്മളിലുണ്ട്, കുറച്ച് റൈറ്റ്സ് ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട്. അപ്പം റൈറ്റ്സ് ട്രാൻസ്ഫർ ചെയ്ത് എത്രയാണ്? റൈറ്റ്സ് നമ്മളിൽ ഓൾറെഡി ഉള്ള എത്രയാണ്? ശ്രദ്ധിക്കുക, റൈറ്റ്സ് റീറ്റെയിൻഡ് നമുക്കറിയാലോ. മൊത്തം നമ്മുടെ ഗെയിൻ എന്ന് പറഞ്ഞാൽ 12 lakh ആണ്. അതായത് 27 ലക്ഷം രൂപ അല്ലായിരുന്നു സെല്ലിംഗ് പ്രൈസ്. കേൾക്കണം. കേൾക്കണം. 27 ലക്ഷം രൂപയാണ് ഫെയർ വാല്യൂ. നമ്മൾ മൊത്തം എത്ര പേയ്മെൻറ്റ് കൊടുക്കുന്നുണ്ട്? 11,93,880 അല്ലേ കൊടുക്കുന്നത്. ശ്രദ്ധിച്ചേക്കണം. അതായത് 27 ലക്ഷം രൂപ ഫെയർ വാല്യൂവിന് നമുക്ക് എന്താണ്
12 ലക്ഷം. അതായത് 27 ലക്ഷം രൂപയുടെ റൈറ്റ് നമ്മളിൽ വന്നായിരുന്നുവെങ്കിൽ 27 ലക്ഷം രൂപയുടെ റൈറ്റ്സ് നമ്മളിൽ വന്നായിരുന്നെങ്കിൽ എന്താണ് 12 ലക്ഷം രൂപ ഗെയിൻ നമുക്കൊന്ന് പറയാൻ പറ്റും. പക്ഷെ നമ്മൾ എത്ര വന്നിട്ടുള്ളൂ 11,93,880 വന്നിട്ടുള്ളൂ. കാരണം അതിന് അത്രയും എമൗണ്ടല്ലേ നമ്മൾ കൊടുക്കുന്നുള്ളൂ. ക്ലിയർ ആണുണ്ടോ? അങ്ങനെയെങ്കിൽ അതിൻ്റെ പ്രപ്പോർഷണൽ എമൗണ്ട് എത്ര നോക്കാലോ. 12 lakh ഇൻറ്റു 11,93,880 ഡിവൈഡഡ് ബൈ 27 lakhs എത്രയാണ്? lakh divided by 27 lakhs into 93 5,30,000 5,30,000 അല്ലേ? അങ്ങനെ 12 lakhനകത്ത് 5,30,613 എന്താണ് റൈറ്റ്സ് റീറ്റെയിൻ ചെയ്തതിൻ്റെ ആണെങ്കിൽ 12 lakh മൈനസ് 5,30,6 വരും 6,69,387 റൈറ്റ്സ് ട്രാൻസ്ഫർ ചെയ്തതിൻ്റെ ഗെയിൻ അല്ലേ? ഈ റൈറ്റ്സ് ട്രാൻസ്ഫർ ചെയ്തതിൻ്റെ ഗെയിൻ അല്ലേ നമ്മൾ ഓൾറെഡി ഇവിടെ 6,69,387 എന്ന് പറഞ്ഞ ബാലൻസ് ഇവരായിട്ട് കണ്ടുപിടിച്ചേക്കുന്നത്. ആണുണ്ടോ? ഓക്കെ, ആയിരിക്കണം. പറയാം നമുക്ക് ആദ്യം തൊട്ട് പറയാം. അതായത് നമ്മൾ അസറ്റ് വിൽക്കുന്നു, 30 ലക്ഷം രൂപ ക്യാഷ് ആയിട്ട് കിട്ടി അല്ലോ. അത് തർക്കത്തിനൊന്നും ആവശ്യത്തിനകത്ത് ശേഷം നമ്മളെ ബുക്സിൽ നിന്ന് അസറ്റ് പോകുന്നു 15 ലക്ഷം. നമ്മുടെ നോർമൽ കേസ് എത്രയാണ്? നമുക്ക് ലാഭം വരണം എത്രയാണ്? ലാഭം വരണം എത്രയാണ്? ലാഭം വരണം എത്രയാണ് നോർമൽ കേസിൽ? 13 lakh മൈനസ് 15 lakhs എത്രയാണ്? 12 lakhs ആണ്. പക്ഷെ അതല്ല, കാരണം എന്താണ് ഇപ്പോഴത്തെ ശരിക്കുള്ള സെല്ലിംഗ് പ്രൈസ് എത്രയാണ്? 30 lakhs അല്ല, പകരം 27 lakhs ആണ്. ഇപ്പോൾ 27 lakhs മൈനസ് ആണ് 12 lakhs ആണ്. അപ്പോൾ 3 lakhs എന്താണ്? lakhs ലോണാണ്. അപ്പോൾ എന്താണ് ടു ഫിനാൻസ് ലയബിലിറ്റി ലോൺ 3 lakhs എഴുതി. ഇവിടെ എന്താണ് 12 ലക്ഷം രൂപ നമ്മുടെ ലാഭമാണ്. എന്താണ് ആ 12 ലക്ഷം രൂപ ലാഭം ഇപ്പം കാണിക്കാൻ പറ്റത്തില്ല. കാരണം 12 ലക്ഷം രൂപ ലാഭം കാണിക്കണമെങ്കിൽ ഇതിനകത്ത് റൈറ്റ്സ് ട്രാൻസ്ഫറും ഉണ്ട്, റൈറ്റ്സ് റീറ്റെയിൻഡും ഉണ്ട്. അതായത് മൊത്തവും അസറ്റും കംപ്ലീറ്റ്ലി വിൽക്കുവാണെങ്കിൽ എന്താണ് 12 ലക്ഷം രൂപ നമുക്ക് ഗെയിൻ എന്ന് പറയാൻ പറ്റുമായിരുന്നു. ശ്രദ്ധിച്ചേക്കണം, മൊത്തവും അസറ്റ് നമ്മൾ വിൽക്കുകയാണെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നു 12 ലക്ഷം രൂപ ഗെയിൻ പറയാൻ പറ്റുമായിരുന്നു. പക്ഷേ എന്തുകൊണ്ട് ഇതിനകത്ത് കുറച്ച് റൈറ്റ്സ് ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട്, കുറച്ച് റൈറ്റ്സ് റീറ്റെയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? ഇത് ഹോൾഡ് ചെയ്തു, ഈ എമൗണ്ട് ഹോൾഡ് ചെയ്തു. എന്നിട്ട് ROU അസറ്റ് കണ്ടുപിടിച്ചു. ROU അസറ്റ് എന്ന് പറയുന്നതാണ് ഇപ്പോൾ സെയിൽ കഴിഞ്ഞു, പിന്നെ ലീസ് ബാക്ക് ആണ്. ROU അസറ്റ് എന്ന് പറയുന്നതാണ് നമ്മൾ ഫ്യൂച്ചറിൽ കിട്ടുന്ന അല്ലെങ്കിൽ ഇപ്പം കൊടുക്കുന്ന ലീസ് പേയ്മെന്റിൽ നിന്ന് കിട്ടുന്ന ബെനിഫിറ്റ്. മൊത്തം 40 ലക്ഷം രൂപ കൊടുക്കുന്നത് അതിന്റെ പ്രസന്റ് വാല്യൂ എത്രയാണ്? 14,90,880 ആണ്. പക്ഷേ അതിനകത്ത് 3 lakhs എന്താണ് ഈ ലോണാണ്. അങ്ങനെ ബാക്കി വരുന്ന എത്രയാണ്? ബാക്കി വരുന്ന 11,90,880 ആണെന്ത് ടോട്ടൽ ROU അസറ്റ് ആയിട്ട് വരേണ്ടത്. പക്ഷേ ആ ടോട്ടൽ ROU അസറ്റ് ആണെന്ന് വരണമെങ്കിൽ എന്ത് ചെയ്യണം? മൊത്തവും റൈറ്റ്സും കാണണം. പക്ഷേ ഇതിനകത്ത് എന്തുണ്ട്? റൈറ്റ്സ് റീറ്റെയിൻഡ് ഉണ്ട്, റൈറ്റ്സ് ട്രാൻസ്ഫേർഡ് ഉണ്ട്. റൈറ്റ്സ് റീറ്റെയിൻഡ് ഉണ്ട്, റൈറ്റ്സ് ട്രാൻസ്ഫേർഡ് ഉണ്ട്. നമുക്ക് എന്ത് മാത്രം മതി? റൈറ്റ്സ് റീറ്റെയിൻഡ് മാത്രം മതി. അത് നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? നമ്മൾ കഴിഞ്ഞ ദിവസം 27 ലക്ഷം രൂപ ഫെയർ വാല്യൂ ഉള്ള സമയത്ത് ഇത് എത്ര രൂപയ്ക്ക് റെക്കോർഡ് ചെയ്തുകൊണ്ടിരുന്നത്? 15 ലക്ഷം രൂപയ്ക്കാണ്. അങ്ങനെയെങ്കിൽ 11,93,880 വാല്യൂ ഉണ്ടെന്ന് പറയുന്ന സമയത്ത് എത്ര രൂപയ്ക്ക് റെക്കോർഡ് ചെയ്ത് നോക്കിക്കൂടെ? എത്രയാണ്? 6,63,267. ഇതിന്റെ ഫോർമുല എങ്ങനെ വരും? ഇതിന്റെ ഫോർമുല എന്ന് പറഞ്ഞാൽ 15 lakhs എന്താണ്
ലാക്സ് എന്തായിരുന്നു? വാല്യൂ ഇൻറ്റു 11,93,880 എന്നാണ് പ്രസന്റ് വാല്യൂ ഓഫ് ഡെഡിക്കേറ്റഡ് ലീസ് പേയ്മെന്റ് ഡിവൈഡഡ് ബൈ എത്രയാണ്? 27 ഫെയർ വാല്യൂ ഓൺ ഡേറ്റ് ഓഫ് സെയിൽ വാല്യൂ ഇൻറ്റു വാല്യൂ ഓഫ് ഡെഡിക്കേറ്റഡ് ഡിവൈഡഡ് ബൈ ഫെയർ വാല്യൂ ഓൺ ഡേറ്റ് ഓഫ് സെയിൽ. അതിൻ്റെ ആവശ്യമില്ല, ഇത് ഓർത്ത് വെക്കുക. കഴിഞ്ഞ ദിവസം 27 ലക്ഷം രൂപയായിരുന്നു, ആ സമയത്ത് നമ്മൾ റെക്കോർഡ് ചെയ്ത് 15 ലക്ഷം രൂപയ്ക്കാണ്. എങ്കിൽ 11,90,880 എത്ര രൂപയ്ക്ക് റെക്കോർഡ് ചെയ്യണം? 6,63,67 റെക്കോർഡ് ചെയ്യണം. അങ്ങനെയെങ്കിൽ സ്വാഭാവികമായിട്ടും ബാക്കി കിട്ടുന്ന എമൗണ്ട് എന്തായിരിക്കും? ബാലൻസ് ഫിഗർ ആയിരിക്കും. ആ ബാലൻസ് ഫിഗർ എന്തായിരിക്കും? ഗെയിൻ ആയിരിക്കും അല്ലേ? അങ്ങനെയെങ്കിൽ ആ ഗെയിൻ നമുക്ക് അല്ലാതെയും കണ്ടുപിടിക്കാൻ പറ്റണം അല്ലേ? എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? നമുക്കറിയാം 27 ലക്ഷം രൂപയാണ് നമ്മുടെ മൊത്തം സെയിൽസ് പ്രൈസ്, 15 ലക്ഷം രൂപയാണ് കോസ്റ്റ്, 12 ലക്ഷം രൂപയാണ് എന്ത് പ്രോഫിറ്റ്. 12 ലക്ഷം എന്നാണ് ടോട്ടലാണ് അല്ലേ? റൈറ്റ്സ് റീറ്റെയിൻ്റെ ഉണ്ട്, റൈറ്റ്സ് ട്രാൻസ്ഫറിൻ്റെ ഉണ്ട്. റീറ്റെയിൻ എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? 27 ലക്ഷം രൂപയുടെ റൈറ്റ്സ് ഉണ്ട് അതിനകത്ത്, 27 ലക്ഷം രൂപ ഫെയർ വാല്യൂ ഉണ്ട്. 27 ലക്ഷം രൂപ റൈറ്റ്സ് ട്രാൻസ്ഫർ ചെയ്യുമ്പോഴാണെന്ത് നമുക്ക് 12 ലക്ഷം രൂപ കിട്ടേണ്ടത്. പക്ഷേ ഡെഡിക്കേറ്റഡ് ലീസ് പേയ്മെന്റ് എത്രയുണ്ട്? 11,90,880 ഉണ്ട്. അല്ലെങ്കിൽ ഇതിൻ്റെ കറസ്പോണ്ടിങ് ഗെയിൻ മാത്രമല്ലേ നമ്മൾ റീറ്റെയിൻ ചെയ്തിട്ടുള്ളൂ? 11,90,880 നമ്മൾ ലീസ് പേയ്മെന്റ് കൊടുക്കുന്നുണ്ടല്ലോ. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? അതിൻ്റെ റൈറ്റ്സ് നമ്മൾ ട്രാൻസ്ഫർ ചെയ്തിട്ടില്ലെന്നല്ലേ, അത് നമ്മൾ റീറ്റെയിൻ ചെയ്തിട്ടുണ്ടെന്നല്ലേ. 11,93,880 ഇൻറ്റു 12 lakh ഡിവൈഡ് ബൈ 27 അല്ലേ? ഇത് ഫോർമുലയ്ക്ക് എങ്ങനെ വരും? 12 lakh എന്താണ്? ഫെയർ വാല്യൂ ഓൺ ഡേറ്റ് ഓഫ് സെയിൽ ഇൻറ്റു ഡെഡിക്കേറ്റഡ് ലീസ് ഡിവൈഡഡ് ബൈ എന്താണ്? ഗെയിൻ ആണ് അല്ലേ? 27 lakh എന്താണ്? ഫെയർ വാല്യൂ ഓൺ ഡേറ്റ് ഓഫ് സെയിൽ അല്ലേ? അല്ലേ? ഇത് നമുക്ക് എന്ത് ചെയ്യും? ബാലൻസ് പീരിയഡ് ഇവിടെ കിട്ടത്തില്ലേ? ഇത് തന്നെയല്ലേ ഇവിടെ എഴുതിയിരിക്കുന്നത്? 6,60,000 ഇതല്ലേ നമ്മളിവിടെ പഠിച്ചത്? ദാ സെയിൽ ഓഫ് അസറ്റിന് സമയത്ത് ഡി റെക്കഗ്നൈസ്ഡ് അസറ്റ്, 6 ബുക്കിലാണ് സെല്ലർ ബുക്ക്, അതല്ലേ അസറ്റ് കുറഞ്ഞു നമ്മൾ കാണിച്ചത്. എവിടെ? ദാ ഇവിടെ അസറ്റ് കുറഞ്ഞു നമ്മൾ കാണിച്ചില്ലേ? ഈ ഒരു സംഭവം അസറ്റ് കുറഞ്ഞു, ടു ബിൽഡിംഗ് 15 lakhs ഡി റെക്കഗ്നൈസ്ഡ് അസറ്റ്, നമ്മൾ അസറ്റ് ഡി റെക്കഗ്നൈസ് ചെയ്തില്ലേ? റെക്കഗ്നൈസ് ROU അസറ്റ് ആസ് എ പ്രപ്പോർഷൻ ഓഫ് ദ പ്രീവിയസ് ക്യാരിങ് എമൗണ്ട് ദാറ്റ് റിലേറ്റ്സ് ടു ദ റൈറ്റ്സ് റീറ്റെയിൻഡ്. അപ്പം റെക്കഗ്നൈസ് ROU അസറ്റ് റെക്കഗ്നൈസ് ചെയ്തു. എങ്ങനെ? ആസ് എ പ്രപ്പോർഷൻ ഓഫ് ദ പ്രീവിയസ് ക്യാരിങ് എമൗണ്ട് ആണ് 15 lakhs റിലേറ്റ്സ് ടു ദ റൈറ്റ്സ് റീറ്റെയിൻഡ്. അപ്പോൾ റൈറ്റ്സ് റീറ്റെയിൻ എത്രയേ ഉള്ളൂ? കാരണം നമ്മൾ കൊടുക്കുന്ന പേയ്മെന്റ് എത്രയേ ഉള്ളൂ? 11,90,880 ആണ്. അപ്പോൾ അതാണെന്ത്? റൈറ്റ്സ് റീറ്റെയിൻഡ്. അപ്പം ഇത് നമ്മൾ റിലേഷൻഷിപ്പ് അല്ലേ ചെയ്യാൻ പറ്റും? 27 ലക്ഷം രൂപ ഉള്ളപ്പോൾ നമ്മൾ 15 ലക്ഷം രൂപ കാണിച്ചു. ആണെങ്കിൽ 11,93,880 ഉള്ള സമയത്ത് എത്രയ്ക്ക് കാണിക്കണം? 6,63,267 കാണിക്കണം. ഇതാണ് ഒറിജിനൽ തോട്ട് പ്രോസസ്. ക്ലിയർ ആവുന്നുണ്ടോ? ദെൻ റെക്കഗ്നൈസ്ഡ് ലീസ് ലയബിലിറ്റി. റെക്കഗ്നൈസ് ലീസ് ലയബിലിറ്റി എന്ന് പറയുന്നത് എന്താണ്? ഇതല്ലേ ലീസ് ലയബിലിറ്റി 11,93,880 ലീസ് ലയബിലിറ്റി നമ്മൾ റെക്കഗ്നൈസ് ചെയ്തില്ലേ? ഗെയിൻ ഓൺ ലോസ് ഓൺ സെയിൽ ഓഫ് റൈറ്റ് ട്രാൻസ്ഫർ ചെയ്ത റൈറ്റിൻ്റെ മാത്രം ചെയ്താൽ മതി. അതായത് ഈ 12 ലക്ഷം രൂപ എന്ന് പറയുന്നത് മൊത്തവും ഗെയിൻ ആണ്. അതായത് മൊത്തവും റൈറ്റും ട്രാൻസ്ഫർ ചെയ്തായിരുന്നെങ്കിലുള്ള ഗെയിൻ ആണ്. റൈറ്റും ട്രാൻസ്ഫർ ചെയ്തിട്ടില്ല, കുറച്ച് റൈറ്റ് റീറ്റെയിൻ ചെയ്തിട്ടുണ്ട്. റീറ്റെയിൻ ചെയ്ത റൈറ്റ് എത്രയാണ്? 27 ലക്ഷം രൂപ ഫെയർ വാല്യൂ ഉള്ള സമയത്താണ് നമ്മൾ വിൽക്കുന്നത്. അങ്ങനെ 27 ലക്ഷം രൂപയുടെ റൈറ്റ് നമ്മൾ ട്രാൻസ്ഫർ ചെയ്തായിരുന്നെങ്കിൽ നമുക്ക് കിട്ടാൻ സാധ്യതയുള്ള ഗെയിൻ 12 ലക്ഷം രൂപയാണ്. പക്ഷേ ഡെഡിക്കേറ്റഡ് ലീസ് പേയ്മെന്റ് എത്രയുണ്ട്? 11,90,880 ഉണ്ട്. എന്ന് പറഞ്ഞാൽ അത്രയും എമൗണ്ട് നമ്മൾ കൊടുക്കുന്നുണ്ട്. അത്രയും എമൗണ്ട് കൊടുക്കുന്നുണ്ടെങ്കിൽ അത്രയും റൈറ്റ് നമ്മുടെ ഉണ്ട്. അങ്ങനെയെങ്കിൽ അതിന് കറസ്പോണ്ടിങ് എമൗണ്ട് എത്രയായിരിക്കും? 5,30,613 ആയിരിക്കും. ഇതാണ് റൈറ്റ്സ് റീറ്റെയിൻ ചെയ്തേക്കുന്നത്. അങ്ങനെയെങ്കിൽ ബാക്കി കിട്ടുന്ന എമൗണ്ട് ആയിരിക്കും റൈറ്റ് ട്രാൻസ്ഫർ ചെയ്തേക്കുന്നത്. ആ ട്രാൻസ്ഫർ ചെയ്ത എമൗണ്ട് മാത്രം എന്ത് ചെയ്താൽ മതി? നമ്മൾ ഗെയിൻ ഓൺ സെയിലായിട്ട് കാണിച്ചാൽ മതി. എന്താണ്? ഇംപ്ലിസിറ്റ് ആണ്. എന്ത്? ബാങ്കിന്റെ കാര്യവും ലോണിന്റെ കാര്യവും ഇതല്ലേ ആ പറഞ്ഞ കൂടെ സെയിൽസ് പ്രൈസ് 3 lakhs 30 minus 27 3 പ്രസന്റ് വാല്യൂ ഓഫ് ലീസ് ആണ് 90
880 നമ്മുടെ കിട്ടിയ എമൗണ്ട് എഴുതിയാൽ മതി. കാരണം എന്താണ് ഇവർ റൗണ്ട് ചെയ്തേക്കുന്നതാണ്. അനാവശ്യമായിട്ട് റൗണ്ട് ചെയ്ത് നിൽക്കുക. പരീക്ഷയ്ക്കാണെങ്കിലും റൗണ്ട് ചെയ്ത് നിൽക്കണം എന്ന് പറഞ്ഞിട്ടുള്ള കാര്യമാണ്. നമുക്ക് കിട്ടുന്ന എമൗണ്ട് വെച്ച് എന്ത് ചെയ്യുക, കാൽക്കുലേറ്റ് ചെയ്ത് പോവാം. എസ് 3 lakhs. കാൽക്കുലേഷൻ ഇങ്ങോട്ട് വരാൻ പോകുന്നേ ഉള്ളൂ. ROE അസറ്റ് കണ്ടുപിടിച്ചുകൊണ്ട് 6,63,000 വ്യത്യാസം വരും. കാരണം എന്താണ് കാൽക്കുലേഷൻ കറക്റ്റ് റൗണ്ട് ചെയ്തിട്ടാണ് പോയത്. നമ്മൾ റൗണ്ട് ചെയ്താണ് പോയത്. ROE അസറ്റ് 30 lakhs. ROE അസറ്റ് 6,67,000 ആണ് നമ്മുടെ ബുക്കിൽ. ബിൽഡിംഗ് 15 lakhs. ലയബിലിറ്റി ഏതാണ് ആയിട്ടാണ് കാണിച്ചിരിക്കുന്നത്. ഫിനാൻഷ്യൽ ലയബിലിറ്റി ലീസ് ലയബിലിറ്റി ആണ്. ഇവർ രണ്ടും കൂടി ഒരുമിച്ച് കാണിച്ചിരിക്കുന്നത്. നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് കാണിച്ചിരിക്കുന്നു. ഫിനാൻഷ്യൽ ലയബിലിറ്റി എത്രയാണ് 3 lakhs. ലയബിലിറ്റി എത്രയാണ് 11,09,000. രണ്ടായിട്ടാണ് കാണിച്ചത്. ഒറ്റയടിക്കാണ് കാണിച്ചത്. ഗെയിൻ ഓൺ റൈറ്റ്സ് ട്രാൻസ്ഫേർഡ് ബാലൻസിംഗ് ഫിഗർ എത്രയാണ് മനസ്സിലാവും. നോക്കി അപ്പോൾ പരീക്ഷയ്ക്ക് എഴുതുമ്പോൾ എങ്ങനെ എഴുതും? പരീക്ഷയ്ക്ക് വെച്ച് എന്ത് എഴുതും? ആദ്യം എന്ത് എഴുതണം? ഫസ്റ്റ് എന്ത് എഴുതണം? കേസ് 115 പ്രകാരം സെയിലാണോ അല്ലെന്ന് എഴുതണം അല്ലേ. 2 സെയിലാണെങ്കിൽ സെയിലിൻ്റെ എൻട്രീസ് എഴുതണം. ലീസ് ബാക്കിൻ്റെ എൻട്രീസ് എഴുതണം അല്ലേ. അപ്പം ജേർണൽ എൻട്രി എന്ത് ചെയ്യുക, ഫോർമാലിൽ എഴുതി വെക്കുക. ഏത് ഫോർമാലിൽ ജേർണൽ എൻട്രി എഴുതി വെക്കുക. അങ്ങനെ എന്ത് ചെയ്യുക, ഓരോന്നിനും വർക്കിംഗ് നോട്ടിൻ്റെ റെഫറൻസ് കൊടുക്കുക. ഓരോ എമൗണ്ടും കണ്ടുപിടിക്കുന്ന എന്ത് ചെയ്യുക, വർക്കിംഗ് നോട്ടിൻ്റെ റെഫറൻസ് കൊടുക്കുക. ഈ 30 lakhs എന്താണ്, വർക്കിംഗ് നോട്ടിന് ആവശ്യമില്ല എന്നാണ് ഡയറക്റ്റ് തന്നിട്ടുണ്ട്. 6,67,000 എന്താണ്, ഈ വർക്കിംഗ് നോട്ടല്ലേ, വർക്കിംഗ് നോട്ടല്ലേ, ഈ വർക്കിംഗ് നോട്ടല്ലേ ഏതാലോ. 15 lakhs ആവശ്യമില്ല. ഈ 3 lakhs വർക്കിംഗ് നോട്ട് ഉണ്ടല്ലോ, ഇതല്ലേ, ഇതല്ലേ എഴുതാലോ. ഇതെന്താണ് 11,93,880 വർക്കിംഗ് നോട്ടല്ലേ ഇത്. ഇതെന്താണ് 6,16,87 വർക്കിംഗ് നോട്ടല്ലേ ഇത്. അപ്പം ഈ ജേർണലിൻ്റെ ബേസ് ആയിട്ട് എന്ത് ചെയ്യാൽ മതി, എഴുതി പോയാൽ മതി. ഇവിടെ എന്ത് ചെയ്യുക, ഈ ജേർണലിൻ്റെ അവിടെ വർക്കിംഗ് നോട്ട് റെഫറൻസ് കൊടുക്കുക. ആദ്യമേ എൻട്രി എഴുതുക, എന്നിട്ട് എന്ത് ചെയ്യുക, വർക്കിംഗ് നോട്ട് എഴുതുക. സെല്ലർ ലെസ്സിയുടെ ബുക്കിൽ ഒരു കാര്യം ചെയ്യണം. സെല്ലർ ലെസ്സിയുടെ ബുക്കിൽ ഒരു കാര്യം ചെയ്യണം ചെയ്യുക. 2 lakhs rupees നമ്മൾ ലീസ് പേയ്മെന്റ് നടന്നുണ്ടല്ലോ. സബ്സിക്വൻറ്റ് ഇയേഴ്സിലാണ്. സബ്സിക്വൻറ്റ് ഇയേഴ്സിൽ നമ്മളത് അലോക്കേറ്റ് ചെയ്യേണ്ടത് എങ്ങനെയാണ്? ഈ 2 lakhsനകത്ത് എങ്ങോട്ടൊക്കെ അലോക്കേഷൻ പോകും? 2 lakh rupeesനകത്ത് എങ്ങോട്ടൊക്കെ അലോക്കേഷൻ പോകും? ഇതാണ് നമ്മുടെ ലീസ് പേയ്മെൻറ്റിനകത്ത്. രണ്ടെന്നാണ് ലോൺ റീപേയ്മെൻറ്റ്. ഇങ്ങനെ രണ്ട് ഇതിനകത്തോട്ട് പോകത്തില്ലേ. അതായത് ഇതിനകത്ത് ലീസ് പേയ്മെൻറ്റിനകത്തോട്ട് പോകുന്ന, ലീസ് ലയബിലിറ്റിക്കകത്തോട്ട് പോകുന്ന എമൗണ്ട് എത്രയാണ് ചെയ്യണം? മൊത്തം എത്രയാണ്? 14,93,880 ആണല്ലോ. ഇതിനകത്ത് നിന്നുണ്ട് രണ്ട് എമൗണ്ട് ഉണ്ട്. അതിനകത്ത് 11,93,880 അല്ലേ ലീസ് ലയബിലിറ്റി. ഈ കിട്ടുന്ന എമൗണ്ട് വേണ്ടേ ലീസ് ലയബിലിറ്റി പോകാൻ? മൊത്തം 2 ലക്ഷം രൂപ നമ്മൾ അടയ്ക്കുന്നുണ്ട്. അതിൽ മൊത്തം ലയബിലിറ്റി 14,93,880 ആണ്. അതിനകത്ത് 3 lakhs അല്ലേ ലോണിൻ്റെ എമൗണ്ട്. അപ്പം ഇതിനകത്ത് അലോക്കേറ്റ് ചെയ്ത് ഇവിടെ. അപ്പം എങ്ങനെ കിട്ടും? 11,09,000 ഡിവൈഡഡ് ബൈ 9 അല്ലേ ആണ് 3 lakhs ഇൻറ്റു lakhs ഡിവൈഡഡ് ബൈ lakh അല്ലേ. ഇതിൻ്റെ എമൗണ്ട് കിട്ടത്തില്ലേ? കിട്ടും 11,90,000 lakhs 15 കിട്ടും. lakh in lakh divided by lakh 40 lakh in lakh divided by lakh 93,160.
എന്താണ് ഫസ്റ്റ് ഇയർ ഈ നടക്കുന്ന സമയത്തല്ല, സബ്സിക്വൻ്റ് ആയിട്ട് വരുന്നതാണ്. ഇത് 6 ബുക്കിലാണ് ലെസ്സർ സെല്ലർ ലെസ്സിയുടെ ബുക്കിലാണ്. സെല്ലർ ലെസ്സി ആയിക്കോട്ടെ, എളുപ്പമല്ലേ ഇത്. പിന്നെ ചെയ്യാത്തത് മനസ്സിലാക്കാൻ പറ്റുന്നതല്ലോ, ആലോചിച്ച് മനസ്സിലാക്കി. 6 ബുക്കിൽ എൻട്രി. ബയ്യർ ലെസ്സറുടെ ബുക്കിൽ എൻട്രി ചെയ്താണല്ലോ, എളുപ്പമല്ലേ എൻട്രി. എന്താ ഇയാളുടെ ബുക്കിൽ എന്താണ്? ഓപ്പറേറ്റിംഗ് ലീസ് അല്ലേ? അപ്പം ഇയാൾ ഇത് ആദ്യം എന്ത് ചെയ്യണം? പർച്ചേസിന് എൻട്രി ചെയ്തേ. പർച്ചേസിന് എൻട്രി എന്താണ്? അസറ്റ് കൂടും നഷ്ടം ഏതാണ്? ബിൽഡിംഗ് അല്ലേ? ബിൽഡിംഗ് ഇയാൾ ഏത് വാല്യൂ എഴുതും? പർച്ചേസ് വാല്യൂ അല്ലേ? ബിൽഡിംഗ് അക്കൗണ്ടേറ്റഡ് 27 lakhs. കാരണം എന്താണ്? കേസ് 115 പ്രകാരം എന്താണ്? ഇത് പെർഫോമൻസ് ഒബ്ലിഗേഷൻ സാറ്റിസ്ഫൈ ചെയ്താണ്. അങ്ങനെയാണ് അയാളുടെ ബുക്ക് സെയിലാണ് എന്ത് ചെയ്യണം? ഇയാളുടെ ബുക്കിൽ പർച്ചേസ് ആവണം. രണ്ട്, ഇയാളിൽ നിന്ന് ക്യാഷ് എത്ര പോകും? അസറ്റ് കുറയും. ടു ക്യാഷ് ഓർ ബാങ്ക് എത്രയാണ്? 30 lakhs അല്ലേ? എന്താണ്? അസറ്റ് കൂടും. ഏത് അസറ്റ്? ഫിനാൻഷ്യൽ അസറ്റ് അല്ലേ? എത്രയാണ്? ലോണാണ്. പിന്നെ ഇയാളുടെ ബുക്കിൽ എന്താണ്? ഓപ്പറേറ്റിംഗ് ലീസ് അല്ലേ? ഓപ്പറേറ്റിംഗ് ലീസ് ആകുമ്പോൾ ഇയാൾക്ക് മൊത്തം എത്ര കിട്ടുന്നുണ്ട്? 2 ലക്ഷം രൂപ വെച്ച് കിട്ടുന്നുണ്ട്. ആ 2 ലക്ഷം രൂപ വെച്ച് കിട്ടുന്നതാണ് മറ്റേ അയാളുടെ ബുക്കിൽ അതേ ട്രീറ്റ്മെന്റ് അല്ലേ? എന്താണ്? 1,59,836 ലീസ് ഇൻകം ആയിട്ടും 40,000 ആണ് പേയ്മെന്റ് ഓഫ് ഫിനാൻഷ്യൽ അസറ്റ് ആയിട്ടും എളുപ്പമല്ലേ? ബയ്യർ ലെസ്സർ എളുപ്പമാണ് പറഞ്ഞേക്കുന്നത്. പെർഫോം ലെസർ അക്കൗണ്ടിങ് റെക്കഗ്നൈസ് പർച്ചേസ് ഓഫ് അസറ്റ് ആസ് പെർ ഇൻഡേഴ്സ്. അതർ ഇൻഡേഴ്സ് ഏതാണോ ആപ്ലിക്കബിൾ ഇൻഡേഴ്സ് ആയത് ഇവിടെ ആണെങ്കിൽ അല്ലെങ്കിൽ ഏതാണോ ആപ്ലിക്കബിൾ അത്. പിന്നെ എന്താണ്? ലെസർ അക്കൗണ്ടിങ് ചെയ്യുക. അതായത് ഈ കേസിൽ എന്താണ്? ഇയാൾ എന്ത് ചെയ്തു? അസറ്റ് റെക്കഗ്നൈസ് ചെയ്തു, ലോൺ കൊടുത്തു, എന്ത് ചെയ്തു? റെക്കഗ്നൈസ് ചെയ്തു. എന്താണ്? ലെസർ അക്കൗണ്ടിങ് പ്രകാരം ചെയ്യുകയാണെങ്കിൽ ഓപ്പറേറ്റിംഗ് ലീസിന് എന്ത് ചെയ്തു? ഓപ്പറേറ്റിംഗ് ലീസ് അല്ല, ഫിനാൻസ് ലീസ് ആണ് എന്ത് ചെയ്യും? ഫിനാൻസ് ലീസിന് അക്കൗണ്ട് ചെയ്യും. പരീക്ഷയ്ക്ക് ചോദിച്ചാലും ഈ ക്വസ്റ്റ്യൻ തന്നെ ചോദിക്കാനുള്ള ചാൻസ് ഇത് പഠിച്ചു തീരാവുന്നുണ്ടോ? ലാസ്റ്റ് ടോപ്പിക്ക് നമ്മൾ ഓൾറെഡി ചെയ്ത് കഴിഞ്ഞാണ്, പറയുന്നേ ഉള്ളൂ. ട്രാൻസാക്ഷൻ ഫെയർ വാല്യൂ, അതായത് നമ്മളെന്താണ് 27 ലക്ഷം രൂപയുടെ സാധനം 30 ലക്ഷം രൂപ കൊടുത്തു, അപ്പോൾ എക്സ്ട്രാ 3 ലക്ഷം രൂപ കൊടുത്തു. എന്ത് ചെയ്യണം? എന്താണ് നമ്മൾ ട്രീറ്റ് ചെയ്യുന്നത്? അഡീഷണൽ ഫിനാൻസിങ് ആയിട്ടല്ലേ? അല്ലേ? നോർമലി ലീസ് റെന്റ് 2 ലക്ഷമാണ്, നമ്മൾ കൊടുക്കുന്ന 3 ലക്ഷമാണ്. അങ്ങനെ എക്സ്ട്രാ കൊടുക്കുന്ന 1 ലക്ഷം എന്താണ്? അഡീഷണൽ ഫിനാൻസ് ആയിട്ട്. ഇതിന്റെ പ്രസന്റ് വാല്യൂ എന്താണ്? അഡീഷണൽ ഫിനാൻസ് ആയിട്ടല്ലേ? എക്സ്ട്രാ അഡ്ജസ്റ്റ്മെന്റ് നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞ കാര്യമാണ്, ഞാൻ പറയുന്നേ ഉള്ളൂ. അപ്പോൾ ട്രാൻസാക്ഷൻ ഫെയർ വാല്യൂ അല്ല നടക്കുന്നെങ്കിൽ സമയത്ത് കാരണമൊന്നുമില്ല, ഫിനാൻസ് ഇല്ല. The sales proceeds or lease payments are not at fair value. സെയിൽസ് പ്രൊസീഡ് ഇത് അല്ലെങ്കിൽ ലീസ് പേയ്മെന്റ്സ് ഇത് ആർ നോട്ട് അറ്റ് ഫെയർ വാല്യൂ. കേസ് 116 റിക്വയർസ് ദാറ്റ് ബിലോ മാർക്കറ്റ് ടേംസ് എബോ മാർക്കറ്റ് ടേംസ്. നമ്മളിപ്പം കണ്ടത് എബോ മാർക്കറ്റ് ടേംസ് ആണ്. വെൻ സെയിൽസ് പ്രൊസീഡ് എക്സീഡ്സ് ദ അസറ്റ്സ് ഫെയർ വാല്യൂ, അതായത് 30 ലക്ഷവും 27 ലക്ഷം ഇസ് ട്രീറ്റഡ് ആസ് അഡീഷണൽ ഫിനാൻസിങ്. അതായത് ആ 3 ലക്ഷം രൂപ അഡീഷണൽ ഫിനാൻസിങ് ട്രീറ്റ് ചെയ്യും. തിരിച്ചു വന്നു പറഞ്ഞാൽ എന്താണ്? 27 ലക്ഷം രൂപയുടെ സാധനം 25 ലക്ഷം രൂപയ്ക്ക് കൊടുക്കുന്നു. അങ്ങനെയെങ്കിൽ എന്താണ്? അങ്ങനെയെങ്കിൽ ലീസ് പേയ്മെന്റ് പ്രീ പേയ്മെന്റ് ആയിട്ടാണ് ട്രീറ്റ് ചെയ്യേണ്ടത്. ആണല്ലോ. ചിലപ്പോൾ റിവൈൻഡ് സെയിൽ ആൻഡ് ലീസ് ബാക്ക് ഇത്രയേ ഉള്ളൂ. ആകെപ്പാടെ ശ്രദ്ധിക്കേണ്ടത് എന്താണ്? ഈ ഒരു ഏരിയ മാത്രമാണ്. ഈ ട്രാൻസ്ഫർ ഓഫ് അസറ്റ് സെയിൽ ആണെങ്കിൽ എന്താണ്? അല്ലെങ്കിൽ എന്താണ്? എളുപ്പമാണ്. എന്താണ്? രണ്ടും ഫിനാൻസ് സെയിൽ ആണെങ്കിൽ ചെയ്യണം. ഇത്രയും കാര്യം നമ്മൾ ശ്രദ്ധിക്കും. നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കും. അടുത്ത വീഡിയോക്കകത്ത് ബാക്കിയുള്ളത് നോക്കാം.